ഇന്ന് നമുക്ക് വള്ളത്തോൾ കവിതയെപ്പറ്റി ഉള്ള പ്രഭാഷണമാണ്. ഡോക്ടർ ഭാസ്കരൻ നായർ ഒരിക്കൽ പറയുകയുണ്ടായി, മലയാള ഭാഷയുടെ നേർക്ക് മഹാകവി വള്ളത്തോളിന് ഒരു കാമുകൻ്റെ മനോഭാവമാണുള്ളത്. അഭിജാതനും അഭികാമ്യനും ആത്മധീരനുമായ ത്രിവിക്രമകുമാരനെ പോലെ അദ്ദേഹം അവളുടെ അരികിലേക്ക് കടന്നു ചെല്ലുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ് എന്ന്. CV രാമപിള്ളയുടെ രാമരാജ ബഹദൂറിലെ പൗരുഷശാലിയായ യുവാവാണല്ലോ ത്രിവിക്രമൻ. സാവിത്രി എന്ന കുലീന നായികയോട് അയാൾക്ക് തോന്നുന്ന അനുരാഗത്തിൻ്റെ ചിത്രണം CV സാഹിത്യത്തിലെ ഉദാത്തമായ ചില രംഗങ്ങളാണ്. വള്ളത്തോൾ കവിത ശരിക്കും ആസ്വദിച്ച ഒരു സഹൃദയൻ്റെ കാവ്യാത്മകമായ പ്രതികരണമാണ് ആ വാക്കുകൾ. വാഗ്ദേവതയുടെ പുരുഷാവതാരം എന്ന് കുട്ടികൃഷ്ണമാരാരെ പോലെയുള്ള ഒരു നിരൂപകൻ വള്ളത്തോളിനെ വിശേഷിപ്പിച്ചു എന്നത് മതി ആ കവിതയുടെ ഉത്കൃഷ്ടത മനസ്സിലാക്കാൻ. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ 3-3.5 ദശകങ്ങളിൽ വള്ളത്തോൾ കവിത, മലയാള കവിത എന്നീ വാക്കുകൾക്ക് ഒരേ അർത്ഥമായിരുന്നു എന്ന് പറയാം. പൊന്നാനിയിൽ മംഗലവംശത്തിൽ 1878 വള്ളത്തോൾ നാരായണമേനോൻ ഒരു പഴയ നായർ തറവാട്ടിൽ ജനിക്കുന്നത്. മരുമക്കാത്തായ സമ്പ്രദായം അനുസരിച്ചിരുന്ന ഒരു തറവാട്. അച്ഛൻ കടുങ്ങോട്ട് മല്ലിശ്ശേരി ദാമോദരൻ ഇളയത്, അമ്മ വള്ളത്തോൾ കുട്ടിപ്പാർവമ്മ എന്ന പാർവതിയമ്മ. പഴയ രീതിയിൽ സംസ്കൃത വിദ്യാഭ്യാസം. അമ്മാവനായ രാവുണ്ണിമേനോൻ കൈക്കുളങ്ങര രാമവാര്യർ, പാറക്കുളം സുബ്രഹ്മണ്യ ശാസ്ത്രി എന്നിവരായിരുന്നു അധ്യാപകർ. സംസ്കൃത ഭാഷയിൽ വേണ്ടത്ര വിൽപ്പത്തി നേടിയ ശേഷം അദ്ദേഹം വൈദ്യം പഠിച്ചു. കുറച്ചു കാലം ചികിത്സ ജീവിതമാർഗമായി സ്വീകരിക്കുകയും വൈദ്യശാസ്ത്ര സംബന്ധമായി ചില പുസ്തകങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വിവാഹം ചെയ്തത് ചിറ്റഴി മാധവിയമ്മയെയാണ്. മംഗളോദയം മാനേജരായും ആത്മപോഷിണി പത്രാധിപരായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് വള്ളത്തോൾ. 1927 മുകുന്ദരാജാവിൻ്റെ സഹായത്തോടെ കഥകളി പുനരുദ്ധാരണം ലക്ഷ്യമാക്കി കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. കേരള സാഹിത്യ അക്കാദമി ആരംഭിച്ചപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷനായി കവിതിലകൻ, ആസ്ഥാന മഹാകവി, കവി സാർവഭൗമൻ തുടങ്ങിയ പ്രശസ്തികൾ നേടി. 29-ാം വയസ്സിൽ അദ്ദേഹത്തെ ബാധിര്യം ബാധിച്ചു. 1955 പത്മഭൂഷൺ ബഹുമതി നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. സാഹിത്യമഞ്ജരി 11 ഭാഗങ്ങൾ, കവി ജീവിച്ചിരിക്കെ 7 ഭാഗങ്ങൾ മാത്രമേ പ്രസിദ്ധീകരിച്ചിരുന്നുള്ളൂ. ബാക്കി പിന്നീട് വന്നാണ്. ഗണപതി, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, കൊച്ചുസീത, ശിഷ്യനും മകനും, അച്ഛനും മകളും, മഗ്ദലന മറിയം എന്നിവയാണ് അദ്ദേഹം എഴുതിയ ഖണ്ഡകാവ്യങ്ങൾ. ചിത്രയോഗം മഹാകാവ്യം ഒരു പ്രധാനപ്പെട്ട രചനയാണ്. വാൽമീകി രാമായണം, ശാകുന്തളം, സ്വപ്നവാസവദത്തം, ഊരുഭംഗം, മധ്യമവ്യായോഗം, പഞ്ചരാത്രം തുടങ്ങി നാടക വിവർത്തനങ്ങൾ. വാൽമീകി രാമായണം, മാർക്കണ്ഡേയ പുരാണം, പത്മപുരാണം, വാമനപുരാണം, മത്സ്യപുരാണം, ഋഗ്വേദം എന്നിവയുടെ പരിഭാഷകൾ. ഇന്ത്യയുടെ കരച്ചിൽ, വിഷുക്കണി, വീരശൃംഖല തുടങ്ങിയ കാവ്യസമാഹാരങ്ങൾ. ബോധിസത്വാപദാന കൽപ്പനതയുടെ വിവർത്തനം, ഗ്രാമസൗഭാഗ്യം, വിലാസലതിക എന്നീ ശൃംഗാര കാവ്യങ്ങൾ. ഔഷധാഹരണം ആട്ടക്കഥ, മാതംഗലീല വിവർത്തനം, ആരോഗ്യചിന്താമണി, ഗർഭരക്ഷാക്രമം, വൈദ്യഭൂഷണം എന്നീ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ. നിരൂപണ ലേഖന സമാഹാരമായ ഗ്രന്ഥവിഹാരം. വളരെ വിസ്തൃതമാണ് വള്ളത്തോളിൻ്റെ വാങ്മയം. ഏതാണ്ട് 90-ലധികം കൃതികൾ വരും. 1958 മഹാകവി അന്തരിച്ചു. വള്ളത്തോൾ രംഗപ്രവേശം ചെയ്ത കാലം കൊടുങ്ങല്ലൂർ കളരിയുടെ കാവ്യസംസ്കാരം അതിൻ്റെ ഔന്നത്യത്തിൽ വിഹരിച്ചിരുന്ന കാലമാണ്. മലയാള ഭാഷാഭിമാനം ആ കളരിയുടെ മുഖമുദ്രയായിരുന്നുവെങ്കിലും പലപ്പോഴും പദ്യരചനയും കവിതയും ഒന്നാണ് എന്ന ധാരണ ആ കളരിക്കാർ പരത്തി. അതിൻ്റെ ഫലമായി
വെറും വെടിവെട്ടമായി പലപ്പോഴും കവിത താഴ്ന്നു. എത്ര പദ്യം എഴുതാം എന്നതായിരുന്നു, എഴുതുന്നതിൽ എത്ര കവിതയാവാം എന്നതിലായിരുന്നില്ല ആ കളരിക്ക് ശ്രദ്ധ. ആനുഷംഗികമായി പറയട്ടെ, ഇന്ന് നമ്മളുടെ കവിത വീണ്ടും ആ ദുരവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ്. യഥാർത്ഥ കവിതയുടെ ഒറ്റ വറ്റ് കിട്ടാൻ ഒരു കുട്ടകം വെള്ളം മുഴുവൻ കുടിച്ച് പറ്റിക്കേണ്ട അവസ്ഥയാണ്. കവിത വായിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഇന്ന് കവിത എഴുതുക. ഭാഷാലാളിത്യത്തിൽ കൊടുങ്ങല്ലൂർ കളരിയുടെ ഭാഗമായ വെൺമണി കളരിയായിരുന്നു വള്ളത്തോളിൻ്റെ മുമ്പിൽ. എന്തിനെപ്പറ്റിയും എപ്പോൾ വേണമെങ്കിലും എത്രയെങ്കിലും എഴുതുക. കവിത എഴുതി കൂട്ടുവിൻ കൂട്ടുകാരെ എന്നായിരുന്നു കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ ആഹ്വാനം തന്നെ. അതായിരുന്നു കവിത്വത്തിൻ്റെ മാനദണ്ഡം. ഈ കളരിയിൽ കച്ച കിട്ടിയാണ് വള്ളത്തോൾ അഭ്യാസം തുടങ്ങിയത്. എങ്കിലും മലയാള ഭാഷയുടെയും മലയാളത്തിൻ്റെയും അതിഭാഗ്യമെന്ന് തന്നെ പറയട്ടെ, കയ്യും മെയ്യും ഉറച്ചതോടെ അദ്ദേഹം ആ കളരിക്ക് പുറത്തു കിടന്നു. നന്ന ചെറുപ്പത്തിൽ വള്ളത്തോൾ നല്ല ശ്ലോകങ്ങൾ എഴുതി സ്വപ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. പൊട്ടാക്കി പാലവട്ടത്തിരുവഴി ജടയെ കറുളിച്ചാരു കൂന്തൽ കെട്ടാക്കി കേതകിപ്പൂ അതിനുടെ വടിവാക്കി പരം ചന്ദ്രഖണ്ഡം മട്ടൊക്കെ തന്നെ മാറി പൃഥയുടെ സുതനായി കാട്ടിനുൾപ്പുക്കു വൈരപ്പെട്ട കാൽ ജന്യവിട്ട മഹിത കപട കട്ടാളനെ കൈതൊഴുന്നേൻ എന്ന് കിരാതശതകത്തിലെ ആദ്യ ശ്ലോകം എഴുതുന്ന കാലത്ത് കവിക്ക് പ്രായം 13 വയസ്സ്. അക്കാലത്ത് തന്നെ ഉണ്ടാക്കിയ കൃതികളാണ് സല്ലാപപുരം. ഇതേ പ്രായത്തിൽ വള്ളത്തോൾ വെള്ളാനിക്കര നാരായണൻ മൂസിനെ ചെന്ന് കാണുകയും അവരിരുവരും പദ്യങ്ങളിൽ സംഭാഷണം നിർവഹിക്കുകയും ചെയ്തു. അതാണ് സല്ലാപപുരം. മൂസിൻ്റെ ഇല്ലത്ത് തെക്കിനിയിലും കിഴക്കിനിയിലും മറ്റുമായി അവർ നടത്തിയ സരസ സംഭാഷണമാണത്. ഒട്ടാകെ 40 ശ്ലോകങ്ങൾ ആണ്. സംസ്കൃത ഭാഷ പഠിക്കുകയും സാഹിത്യത്തിൽ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന കൗമാരക്കാർ ഇത്തരം അഭ്യാസങ്ങൾ കാണിക്കുവാൻ അന്ന് വൈദഗ്ധ്യം നേടിയിരുന്നു. പല തിരികളായി തന്നെ എരിഞ്ഞടങ്ങുകയായിരുന്നു പതിവ്. അപൂർവം ചിലത് മാത്രമേ പന്തങ്ങളായി ജ്വലിച്ചുയർന്നുള്ളൂ. അങ്ങനെ ജ്വലിച്ചുയർന്ന വ്യക്തിത്വമായിരുന്നു നാരായണമേനോൻ എന്ന വള്ളത്തോളിൻ്റേത്. ജന്മസിദ്ധമായ പ്രതിഭയെ പണിപ്പെട്ട് നേടിയ വിൽപ്പത്തിയുടെയും തളരാത്ത അഭ്യാസത്തിൻ്റെയും സഹായത്തോടെ അദ്ദേഹം പരിപുഷ്ടമാക്കി. വള്ളത്തോൾ സ്വയം പഠിക്കാൻ തുടങ്ങിയത് ഒരു സംഭവത്തിന് ശേഷമാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഒരിക്കൽ മഹാപണ്ഡിതനായിരുന്ന പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ ഉൾപ്പെടെ ചില പണ്ഡിതന്മാർ ഒരു സംസ്കൃത നാടകം വായിച്ച് രസിക്കുമ്പോൾ കേൾവിക്കാരനായി യൗവനാരംഭത്തിൽ എത്തി നിൽക്കുന്ന വള്ളത്തോളും ഉണ്ടായിരുന്നു. നമ്പി വായിക്കെ ചില ശ്ലോകങ്ങളുടെ സാരസ്യം ആദ്യ വായനയിൽ ഈ ചെറുപ്പക്കാരന് മനസ്സിലായില്ല. ഒന്നും കൂടെ വായിക്കൂ, അദ്ദേഹം ആ അവസരങ്ങളിൽ അഭ്യർത്ഥിക്കും. ഇത് 3-4 തവണയായപ്പോൾ നമ്പി പറഞ്ഞു, കവിതയുണ്ടാക്കി നടന്നാൽ പോരാ, മെനക്കെട്ടിരുന്ന് വായിച്ച് വിൽപ്പത്തി ഉണ്ടാക്കുക കൂടി വേണം. സദസ്സിൽ വെച്ച് കിട്ടിയ ആ ശകാരം വള്ളത്തോളിനെ വായനക്കാരനാക്കി. ജീവിതാന്ത്യം വരെ അസാധാരണ പ്രതിഭയ്ക്ക് കരുത്തു നൽകിക്കൊണ്ട് അസാമാന്യമായ വിൽപ്പത്തി എപ്പോഴും കൂടെ എന്നാൽ മറഞ്ഞ് ഉണ്ടായിരുന്നു. വള്ളത്തോൾ ധാരാളമായി കവിത എഴുതാൻ തുടങ്ങിയ കാലത്ത് മലയാള വായനക്കാരിൽ ഒട്ടേറെ പേർ വെൺമണിയുടെ ആരാധകന്മാരായിരുന്നു. അവരിൽ പലരെയും രസിപ്പിച്ചത് അത്തരം കവിതകളിൽ കണ്ടുമുട്ടുന്ന ശൃംഗാര പദ്യങ്ങളാണ്. ചിലപ്പോഴൊക്കെ സഭ്യതരം എന്ന് പറയേണ്ടി വരുന്ന തരത്തിൽ ശൃംഗാരം ആവിഷ്കരിക്കാൻ വെൺമണിയും ശിവുള്ളിയും പെട്ടരീഴവും ഒന്നും പഠിച്ചിരുന്നില്ല. നമ്മൾ നിയോ ക്ലാസിക് സാഹിത്യത്തെ പറ്റിയുള്ള പ്രഭാഷണങ്ങളിൽ അത് പറഞ്ഞതാണ്. വള്ളത്തോളിൻ്റെ ആദ്യകാലത്തെ രചനകളിൽ പ്രമുഖമായ വിലാസലതിക എന്ന ശൃംഗാരകാവ്യം ആ വഴിക്കുള്ള പരിശ്രമത്തിൻ്റെ ഫലമാണ്. മധ്യകാല മണിപ്രവാള കവിതകളെ വെല്ലുവിളിക്കുന്ന ശയ്യാഗുണം തികഞ്ഞ രചനകളാണ് വിലാസലതികയിൽ. കുന്തളാവലി വിയർത്ത പൂങ്കവിളിൽ മിന്നിയും കുളിർമുലത്തടം ചന്തമൂട് നടമാടിയും നിതംബമണ്ഡലമുലഞ്ഞുമേ ചെന്തളിർത്തനു തളർന്നിടുമ്പടി സലീലം അദ്രിജ നിജാന്തികെ
പന്തടിക്ക നെടിലാക്ഷനാർന്ന പുളകം നമുക്കരുകമംഗളം എന്ന വന്ദന ശ്ലോകം തന്നെ പ്രതിപാദനത്തിൻ്റെ ചാരുതയും പ്രതിപാദ്യത്തിൻ്റെ ചായ്വും വെട്ടിത്തുറന്ന് പറയുന്നുണ്ടല്ലോ. മങ്കത്തയ്യനെ മഞ്ഞുവാക്കുകളുരച്ചൊട്ടടുപ്പിച്ചുടൻ തങ്കപ്പട്ടുറവുക്കതൻ നടുവിലായി കയ്യൊന്നു വെച്ചിടവേ തങ്ങൾ തീപ്പൊരി വീണ പോലെ തരസാ തത്തിപ്പിടഞ്ഞുച്ചനൽ കൊങ്കച്ചെപ്പുകൾ മെത്തമേല വരുമാറാക്കി കിടന്നാളവൾ എന്നും മായൻ വിട്ട ശരങ്കണക്ക് അതിജവാൽ ഞാനങ്ങു ചെന്നെത്തവേ നേരം ചെറ്റു കവിഞ്ഞ തെറ്റിനിവനെ പൊൻകാപ്പണി കൈകളാൽ സ്വൈരം കെട്ടിവരിഞ്ഞു നിർത്തി വികസദ്രോമാഞ്ചമാം നെഞ്ചിൽ ആ നീരന്ത്രൊച്ച കുജങ്ങളാൽ ചിരതരം മർദ്ദിച്ചു മൃദ്വങ്കിയാൾ എന്നും ഉള്ള ശ്ലോകങ്ങൾ വെൺമണിയുടെ ശൃംഗാര ശ്ലോകങ്ങളുടെ കൂട്ടത്തിൽ വെച്ചാൽ തിരിച്ചറിയാൻ പ്രയാസമാണ്. എന്നാൽ അതേസമയം തന്നെ വെൺമണിക്ക് ഒരു പുനർജന്മത്തിൽ കുറഞ്ഞ ഒന്നുകൊണ്ട് പോലും എഴുതാൻ പറ്റാത്തത്ര മനോഹരമായ കാൽപ്പനിക ശ്ലോകങ്ങൾ നിരവധിയാണ് വിലാസലതികയിൽ. രണ്ട് ഉദാഹരണങ്ങൾ. വീണക്കമ്പികൾ മീട്ടി നിൻ കരവിരൽക്കെല്ലാം ഇരട്ടിച്ചൊര ശോണത്വമ്പത കണ്ട് ഗാനമുടനെ നിർത്തേണമെന്നക്ഷിയും വേണം തെല്ലിട കൂടിയെന്ന് ദുരകൊണ്ടൻ കർണവും തങ്ങളിൽ പ്രാണപ്രേയസി തർക്കമാണ് ഇവിടെ ഞാൻ മധ്യസ്ഥതയ്ക്കക്ഷമൻ. മറ്റൊരു ശ്ലോകം. ക്ഷീണാ പണ്ട് കപോലമം മുഖവുമായി തൻ മന്ദിരത്താഴ്വര തൂണാലൊട്ടു മറഞ്ഞു നിന്ന് നെടുതം വീർപ്പിട്ടുകൊണ്ടങ്ങനെ കാണാം താമസിയാതെ എന്നൊരു വിധം ബന്ധുക്കളോടോതിടും പ്രണാധീശനെ അശ്രുപൂർണ്ണമിഴിയാൽ നോക്കുന്നു മൈക്കണ്ണിയാൾ. ഈ ഉദാഹരണങ്ങൾ മതിയല്ലോ നേരത്തെ പറഞ്ഞ വാദം സമർത്ഥിക്കാൻ. 30 വയസ്സിന് മുമ്പ് അദ്ദേഹം വാൽമീകി രാമായണം പരിഭാഷപ്പെടുത്തി. ആദികവിയിൽ നിന്നും പരോക്ഷമായി ലഭിച്ച കാവ്യശിക്ഷയാണ് വള്ളത്തോൾ കവിതയുടെ ബലം. കൂട്ടത്തിൽ പറയട്ടെ, ഏതാണ്ട് ആ കാലത്തു തന്നെ കേരളവർമ്മ വലിയ തമ്പുരാനും രാമായണം പരിഭാഷപ്പെടുത്താൻ തുടങ്ങിയിരുന്നു അത്രേ. പിന്നെ വള്ളത്തോളിൻ്റെ സംരംഭം അറിഞ്ഞപ്പോൾ തമ്പുരാൻ തൻ്റെ ശ്രമം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. കേരളവർമ്മ അഭിജ്ഞാന ശാകുന്തളം പരിഭാഷപ്പെടുത്തിയ പോലെ വാൽമീകി രാമായണം പരിഭാഷപ്പെടുത്തിയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി എന്നോർക്കാൻ തന്നെ ഭയം തോന്നുന്നു. ലാളിത്യം, ഔചിത്യം രണ്ടും ഋഷികവി വള്ളത്തോളിനെ പഠിപ്പിച്ചു. പദങ്ങൾ ഉപയോഗിക്കുന്നതിൽ മഹാകവി ആദ്യന്തം ദീക്ഷിക്കുന്ന ഔചിത്യം മലയാളത്തിൽ സമാനതകളില്ലാത്തതാണ്. ഖണ്ഡകാവ്യങ്ങളിലായാലും ഒറ്റയൊറ്റ കവിതകളിലായാലും ഉദാഹരണങ്ങൾ കണ്ടെത്തുക വിഷമമുള്ള കാര്യമല്ല. മഹാകവിയുടെ ഏറ്റവും മികച്ച കവിതകളിൽ ഒന്നാണല്ലോ കിളിക്കൊഞ്ചൽ എന്ന നീണ്ട കവിത. മിഥിലയിലെ ഉദ്യാനത്തിൽ വാൽമീകിയുടെ ആശ്രമത്തിൽ നിന്നെത്തിയ തത്തകളെ കണ്ട് കൗതുകം തോന്നി കുട്ടിയായ സീതയ്ക്ക്. എങ്ങനെയോ ദാസിമാർ പിടികൂടിയ പക്ഷികളെ സ്വർണ്ണക്കൂട്ടിൽ അടച്ച ശേഷം സീത അവയോട് സംസാരിക്കാൻ അപേക്ഷിച്ചു. ഭാവി കണ്ട് വാൽമീകി തീർത്ത രാമായണം കേട്ടുപഠിച്ച തത്തകൾ അതിലെ സീതാസ്വയംവരം ഭാഗമാണ് പാടിയത്. കുട്ടിയായ സീതയ്ക്ക് പക്ഷികൾ തന്നെ കഥാപാത്രമാക്കുന്നത് തീരെ രസിച്ചില്ല. അവൾ അമ്മയോട് പരാതി പറയുന്നതാണ് കാവ്യഭാഗം. ആ രാമവൃത്തം കഥിക്കുവാനുണ്ടവൾക്ക് ആരോമലാളതിനാരംഭിച്ചു. അത്തത്ത എന്തസത്താണമ്മേ രാമൻ വന്നമ്മ തൻ കുഞ്ഞിനെ വെൾക്കുമത്രേ. ഞാനതു സമ്മതി രാജ്ഞിയാൾ ചോദിച്ചു ജാനകി ചൊൽവതെന്തമ്പാലികയും. ആരാമവൃത്താന്തം പറയുവാനാണ് സീത ആരംഭിച്ചത്. ഉദ്യാനം എന്നോ പൂന്തോട്ടം എന്നോ അല്ല, ആരാമം എന്ന പദമാണ് മഹാകവി തിരഞ്ഞെടുത്തത്. കാരണം വക്താവ് സീതയാണ്. അവൾക്ക് പറയാനുള്ളത് ആ രാമവൃത്താന്തം മാത്രമാണ്. ഒരു വാക്കിൽ കവിതയുടെ നക്ഷത്രശോഭ എങ്ങനെ തിളങ്ങുന്നു എന്നതിന് ഇതിലും മികച്ചൊരു ഉദാഹരണം കണ്ടുകിട്ടുക എളുപ്പമല്ല. ഞാനതു സമ്മതി
എന്ന് പൂരിപ്പിക്കാതെ വിട്ട വാക്കിലും കാണാം ഈ ഔചിത്യം. വിവാഹം എന്നാൽ എന്ത് എന്ന് പോലും അറിയാത്ത 5 വയസ്സുകാരി രാമനെ വിവാഹം കഴിക്കാൻ സമ്മതമാണ് എന്ന് പറയില്ല, തീർച്ച. എന്നാൽ ഭാവിയിൽ ഭർത്താവിനെ നിഴൽ പോലെ പിന്തുടർന്ന ആ ചാരിത്രധാമത്തെ കൊണ്ട് രാമനെ വിവാഹം കഴിക്കാൻ സമ്മതമല്ല എന്ന് ആ പ്രായത്തിൽ പോലും പറയിക്കുന്നത് അനൗചിത്യമാവും താനും. അതുകൊണ്ട് മഹാകവി വാക്ക് പകുതിയിൽ നിർത്തി. ഞാനത് സമ്മതി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സമ്മതിക്കും എന്ന് സീത പറയില്ല, ആ സന്ദർഭത്തിൽ പറഞ്ഞുമില്ല. സമ്മതിക്കില്ല എന്ന് പറഞ്ഞാലുള്ള അനൗചിത്യം ഒഴിവാകുകയും ചെയ്തു. പദങ്ങളെ ദാസരാക്കുന്ന ഈ അത്ഭുത വിദ്യ വള്ളത്തോൾ പലതവണ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഗണപതി എന്ന ഖണ്ഡകാവ്യത്തിൽ തുടക്കം തന്നെ നോക്കൂ. പാർവതിയെ വിവാഹം ചെയ്ത് ഹിമാലയത്തിൽ ശിവൻ മടങ്ങിയെത്തിയ സന്ദർഭമാണ് വിവരിക്കുന്നത്. കാവ്യാരംഭം ഇങ്ങനെ: ശീതളാചലകുമാരിയപ്പുരാ ചൂതബാണരിപുവെട്ടു ശങ്കരൻ ശ്വേതശൈല നിലയത്തിൽ അങ്കനോപേതനായി പ്രഭു മടങ്ങിയെത്തിനൻ. പാർവതിയെ പ്രാപിക്കുന്നതിന് അവശേഷിച്ചിരിക്കുന്ന ഏക തടസ്സം അവളിലെ ലജ്ജയാണ്. കാമൻ ബാലയാം പ്രിയയിൽ നാണമാം തിരശ്ശീല കൊണ്ട് മറഞ്ഞു നിൽക്കുകയാണ്. ആ കാമനെ തിരശ്ശീല മാറ്റി പുറത്തേക്ക് കൊണ്ടുവരണം. ശിവൻ്റെ മുമ്പിലേക്ക് കാമൻ വരുമോ? ഒരിക്കൽ വന്നപ്പോൾ ഉണ്ടായ അനുഭവം ആ അനങ്കന് അറിയാം. അതുകൊണ്ട് അതിന് ശിവൻ ശ്രമിച്ചു എന്നല്ല, മഹാനടൻ ശ്രമിച്ചു എന്നാണ് വള്ളത്തോൾ എഴുതിയത്. മഹാനടൻ എന്ന ശിവപര്യായം എത്ര ഔചിത്യപൂർവമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. പേടിച്ചും ശങ്കിച്ചും നിൽക്കുന്ന നടനെ അരങ്ങിലേക്ക് ആനയിക്കുന്നതിന് സർവഥായോഗ്യൻ മഹാനടൻ ആണല്ലോ. തീർന്നില്ല. തുടർന്ന് വെണ്ണ തോൽക്കുമുടലിൽ സുഗന്ധിയാം എണ്ണ തേച്ച് അരയിൽ ഒറ്റമുണ്ടുമായി തിണ്ണമേലമരും ആ നദാങ്കി മുക്കണ്ണനേകി മിഴികൾക്കൊരുത്സവം എന്ന് വായിക്കാം. വെൺമണിമാർ തറ്റുടിപ്പിച്ചു നിർത്തിയ ശൃംഗാരത്തെ വള്ളത്തോൾ സാരി ഉടിപ്പിച്ചു നിർത്തി എന്ന് മുണ്ടശ്ശേരി പറയുന്നത് ഈ മാതിരി വർണ്ണനകൾ മനസ്സിൽ കണ്ടുകൊണ്ടാവണം. വെണ്ണയിൽ എണ്ണ പുരട്ടിയ പോലെ മിനുസമുള്ള ഉടൻ. മാർദ്ദവത്തെ ഇതിലപ്പുറം എങ്ങനെയാണ് വാക്കുകളിലൂടെ അനുഭവപ്പെടുത്തുക? അർത്ഥനഗ്നയായ പാർവതിയുടെ ആ അലൗകിക ലാവണ്യം നുകരാൻ 2 കണ്ണ് പോരാ. അതുകൊണ്ട് അവിടെ മുക്കണ്ണൻ എന്നാണ് പ്രയോഗം. ഉമാമുഖത്തിൽ ശ്രീപരമേശ്വരൻ നോക്കിയ സന്ദർഭത്തിൽ കാളിദാസൻ കുമാരസംഭവത്തിൽ വർണ്ണിക്കുന്നുണ്ട്. 2 കണ്ണുകൾ എന്ന ദ്വിവചനമല്ല, വിലോചനാനി എന്ന ബഹുവചനമാണ് അദ്ദേഹം എഴുതിയത് എന്നോർക്കുക. മലയാളത്തിൽ ആ നിമിഷം വള്ളത്തോളിൽ തിളങ്ങിയത് കാളിദാസ പ്രതിഭ തന്നെ എന്ന് പ്രതിഭ തന്നെയാണ്. പാതി പറഞ്ഞ വാക്കിലും കൂടി സന്ദർഭത്തെ ദീപ്തമാക്കുന്ന ഈ ഔചിത്യബോധത്തിന് മലയാളത്തിൽ സമാനതകൾ അത്യപൂർവം. ഏതാനും ഉദാഹരണങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കാം. ആമോദരം എന്ന കവിതയിൽ ഗുരുവായൂർ തൊഴാൻ പോകുന്ന പൂന്താനത്തെ ഒരു മൂവന്തിയിൽ വിജനതയിൽ 4 കൊള്ളക്കാർ ആക്രമിക്കുന്ന രംഗമാണ് വള്ളത്തോൾ വിവരിക്കുന്നത്. ഒന്നു ഞെട്ടിയ വിപ്രൻ്റെ തോൾഭാണ്ഡം വന്നപാടെ വലിച്ചെടുത്താനൊരാൾ, യഷ്ടി തട്ടിപ്പറിച്ചാനൊരാൾ, ഒരു നിഷ്ഠുരൻ കൈകൾ പിഞ്ചർത്തമർത്യനാൾ, രൗദ്രമൂർത്തിയാം 4-മനു തല കൂർത്തൊരു കത്തി, ഗോവിന്ദ ഗോവിന്ദ. രാധയുടെ കൃതാർത്ഥതയിൽ വഞ്ചിതയായ യുവതി പഴയ കാമുകനെ അഭിസംബോധനം ചെയ്യുന്നത് പാതി മുറിഞ്ഞ വാക്കിലാണ്. ആര്യപു ക്ഷമിച്ചാലും അവിവേകം എന്നാണ് കാവ്യാരംഭം. ആര്യപുത്ര എന്ന് വിളിക്കാൻ വഞ്ചിതയായ അവൾക്ക് അവകാശമില്ലല്ലോ. തോണിയാത്ര എന്ന കവിതയിൽ രാത്രി പൊന്നാനിപ്പുഴയിലൂടെ പോകുന്ന വഞ്ചിയിൽ ഓളങ്ങൾ വന്ന് തട്ടുന്നത് കവി വർണ്ണിക്കുന്നുണ്ട്. ഓളങ്ങളാകുന്ന കരങ്ങൾ കൊണ്ട് താളം പിടിച്ചു നദി മെല്ലെ മെല്ലെ. ഓളങ്ങളാകുന്ന കരങ്ങൾ കൊണ്ട് താളം പിടിച്ചു പുഴ മെല്ലെ മെല്ലെ എന്നല്ല, നദി മെല്ലെ മെല്ലെ എന്നാണ് എഴുതിയത്. നദിക്ക് നാദം പുറപ്പെടുവിക്കുന്നത് എന്നും അർത്ഥമുണ്ട്. താളം പിടിക്കുമ്പോൾ നാദമുണ്ടാവും. ശിഷ്യനും മകനും എന്ന കൃതിയിൽ കോപിഷ്ഠയായ പാർവതി ശിവനെ തീ പാർന്ന കണ്ണുകൊണ്ട് നോക്കുന്നതാണ് രംഗം. ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കു നോക്കി പാർശ്വസ്ഥനാകും പതിയോട് ഉരച്ചു എന്നാണ്. ജ്വലിച്ചു എന്നതിനോട് ഉരച്ചു കൂടിച്ചേരുമ്പോൾ
തീമാറും. ഭാരതസ്ത്രീകളൻ ഭാവശുദ്ധിയിൽ കന്യകയല്ല ഞാൻ, കാന്തനൻ പ്രാണനാട് അന്യനെ അപ്രീതി തോന്നരുതേ എന്ന് മുറിഞ്ഞു മുറിഞ്ഞു വീഴുന്ന വാക്കുകൾ വക്താവിൻ്റെ മാനസിക സംഘർഷം കൃത്യമായി പകർത്തുന്നുണ്ട്. ഒരു തവണ ഈ ഔചിത്യ ദീക്ഷ വള്ളത്തോൾ മനഃപൂർവ്വം ഭഞ്ജിക്കുകയും അതിന് സഞ്ജയനിൽ നിന്ന് ശകാരം ഏറ്റുവാങ്ങുകയുണ്ടായി. മഗ്ദല മറിയത്തിൻ്റെ ആദ്യ പതിപ്പിൽ പശ്ചാത്താപവിശ്യായ കന്യാമറിയത്തെ കവി സമാശ്വസിപ്പിക്കുന്നതാണ് സന്ദർഭം. കേഴുക കേഴുക കേഴമാൻ കണ്ണാളെ, കേഴുവർക്ക് ആശ്വാസമേകുമീശൻ എന്ന വരിയിലെ കേഴമാൻ കണ്ണാൾ എന്ന പ്രയോഗം സ്വയമേവ ആഗതയായതാണ്. പുസ്തകത്തിലൊരിടത്തും നായികയുടെ പേരില്ല എന്ന് നീരസമുയർത്തിയ ചിലർ അതിൻ്റെ ഫലമായി രണ്ടാം പതിപ്പിൽ കേഴുക കേഴുക മാന്യേ മറിയമേ എന്ന് വള്ളത്തോൾ തിരുത്തി. ഇതിനെതിരെ കേഴമാൻ കണ്ണാൾക്ക് വേണ്ടി എന്നൊരു കവിത തന്നെ സഞ്ജയൻ രചിച്ചു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നായികയുടെ പേര് ചേർക്കണമെങ്കിൽ ഒരു 2 വരി വള്ളത്തോളിന് കൂടുതൽ എഴുതി തീർക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? പീറാസാണെങ്കിലും ഗാഥാവരികളിൽ പറപ്പുറം കൂടി തീർക്കുന്നില്ലേ എന്നാണ് ചോദ്യം. നാടകാന്തം കവിത്വം എന്നൊരു മൊഴിവഴക്കം ഏറെ പ്രചാരം നേടിയിട്ടുണ്ട്. ആനന്ദവർദ്ധൻ്റെയോ ക്ഷേമേന്ദ്രൻ്റെയോ കാവ്യമീമാംസയിലുള്ള സൂക്തങ്ങൾ പോലെ ഏതോ പഴയ കാവ്യമീമാംസകരിൽ ആരോ പറഞ്ഞു വെച്ചതാണ് ഈ വാക്യം എന്ന് പോലും പലരും ധരിച്ചു വച്ചായിട്ടുണ്ട്. സംസ്കൃത കാവ്യമീമാംസയിൽ അങ്ങനെ ഒരു അനുശാസനം ഉണ്ടെന്ന് തോന്നുന്നില്ല. മലയാളത്തിലെ പഴയൊരു നോവലിസ്റ്റ് സി അന്തപ്പായി 4 പേരിൽ ഒരുവൻ അഥവാ നാടകാന്തം കവിത്വം എന്നൊരു കൃതി എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് വന്നതാവുമോ ഈ തെറ്റിദ്ധാരണ? അതെങ്ങനെ വന്നു എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. മറ്റേത് സാഹിത്യരൂപം കൈകാര്യം ചെയ്യുന്നതിലും ബുദ്ധിമുട്ടാണ് നാടകരചന എന്ന് ധരിക്കുന്നതിലും വലിയ യുക്തിയൊന്നും ഇല്ല. അപ്പോൾ പിന്നെ എന്തും നാടകീയമായി അവതരിപ്പിക്കാൻ സാധിക്കുക എന്നത് അവതരണ ചാരുതയുടെ അവസാനത്തെ വാക്കാണ് എന്നാവാം വിവക്ഷ. നാം കാണുന്ന കാര്യം മനസ്സിലാക്കാനും വിശ്വസിക്കാനും മറ്റൊരു സാക്ഷി ആവശ്യമില്ലല്ലോ. കണ്ട കാര്യത്തിന് സാക്ഷി വേണ്ട. പഞ്ചേന്ദ്രിയങ്ങളിൽ നേത്രേന്ദ്രിയത്തിനൊഴികെ മറ്റൊന്നിനും അങ്ങോട്ട് പോയി വിവരങ്ങൾ അറിയാനാവില്ല. വള്ളത്തോളിൻ്റെ ആഖ്യാന കവിതകളിൽ പ്രത്യേകിച്ചും ഇതാ കേൾക്കൂ എന്നല്ല, ഇതാ കാണൂ എന്നാണ് അദ്ദേഹം പറയുക. ഒരുപക്ഷെ യൗവനത്തിൽ ബാധിച്ച ബാധിര്യം കാഴ്ചയെ കൂടുതൽ നിശ്ചിതമാക്കുകയും തദനുസൃതമായ ആവിഷ്കാര രീതി അനായാസമാക്കുകയും ചെയ്തിട്ടുണ്ടാകുമോ? വാചികാഭിനയം ഇല്ലാത്ത കഥകളി അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട കലാരൂപമായിരുന്നു എന്നും ഓർക്കണം. നാടകീയമായ അവതരണം കഥാപാത്രത്തിലൂടെയാണ് നിറവേറ്റാൻ സാധിക്കുക. വള്ളത്തോളിൻ്റെ കാവ്യലോകത്തിൽ എത്ര വാക്ചിത്രങ്ങളാണ്! നേരിട്ട് നിന്നാൽ വള്ളത്തോളിൻ്റെ കഥാപാത്രങ്ങൾ നടന്നു വന്ന് നമ്മുടെ മേൽക്കയറും എന്നൊരു നിരൂപകൻ പറയുന്നുണ്ട്. അതിവിദഗ്ധനായൊരു ചിത്രകാരൻ 4-5 വരകൾ കൊണ്ട് ഒരു വ്യക്തിയുടെ രൂപം അനായാസം ആവിഷ്കരിക്കുന്ന പോലെയാണ് വള്ളത്തോൾ തൻ്റെ കഥാപാത്രങ്ങളെ വാക്കുകളിൽ വരച്ചു വയ്ക്കുന്നത്. പരിശീലനം നേടിയ കൊടുങ്ങല്ലൂർ കാവ്യ പാരമ്പര്യത്തിൻ്റെ രസികത്വങ്ങളിലൊന്ന് ഛായാശ്ലോക രചനയായിരുന്നു എന്നോർക്കുക. തിളക്കമേറിയ ചില ഉദാഹരണങ്ങൾ വള്ളത്തോൾ കവിതയിൽ നിന്നും നമുക്ക് ഓർത്തെടുക്കാം. ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്ന കാവ്യത്തിൽ പക്വമതിയും ബുദ്ധിമാനും ആയ കുംഭാണ്ഡൻ എന്ന മന്ത്രിയുടെ രൂപം ഇങ്ങനെയാണ്: ചുട്ടോലുമക്ഷികൾ നരച്ചു വളർന്നു മാറിൽ തൊട്ടോരു താടി, ചുളി വീണു പരന്ന നെറ്റി, മുട്ടോളമെത്തിയ ഭുജാമുസലങ്ങൾ എന്നീ മട്ടോടവൻ വിലസി മെതുര ദീർഘകായൻ. ദുഃഖിതയായ ഉഷയുടെ ചിത്രം: ആലസ്യമണ്ഡമുഖമൊട്ടു കുനിച്ച് പേർത്ത ഭാലസ്ഥലം മൃദുകരത്തളിർകൊണ്ടു താങ്ങി, ചേലഞ്ചി മിന്നും ഒരു വെൺകുൾ കൽത്തറയ്ക്കു മേലങ്ങു ചാരുമുഖി ചാരിയിരുന്നിടുന്നു. മുല്ലായുധത്തഴ കണക്കു തഴച്ച കൂന്തലെല്ലാമഴിഞ്ഞ് അഴകൊടി മണിവേദിയിന്മേൽ മല്ലാക്ഷിതൻ പിറകിലായി ചിതറിക്കിടപ്പൂ നല്ല സരന്നഭസി കാർമുകിൽമാല പോലെ.
പീനസ്തനിക്കുടയ ചാരുകുജോത്തരീയം ദൂനത്വശംസി നെടുവീർപ്പുകളാലുലഞ്ഞും സ്ഥാനത്തു നിന്ന് പുറ നീങ്ങിയും അശ്രുവീണ് അന്യൂനം നനഞ്ഞും ഉളികെട്ടുമിരുന്നു ഉറ്റും. ശിഷ്യനും മകനും എന്ന ഖണ്ഡകാവ്യത്തിലെ പരശുരാമനാണ് മറ്റൊരു ചിത്രം. വരജട വിവിധക്ഷമാല മാന്തോൽ മരപുരി സർവശരീരഭസ്മലേപം പരവിതുകളിൽ ഒന്നിലും മറഞ്ഞീലുരപെറുമാ യുവതാപസന്റെ ദർപ്പം. മതവൃഷഗതിയാമവൻ്റെ ഓരോ പദതല വിന്യസനത്തിലും വിളങ്ങി സദഭിജനത കൃത്യനിഷ്ഠ ധൈര്യം ഹൃദയസമുന്നതി ശൗര്യമെന്നിതെല്ലാം. കൊച്ചുസീതയിൽ മലീശ്വരൻ്റെ ഒടിഞ്ഞ വില്ല് പോലെ കിടക്കുന്ന വൃദ്ധയുടെ മുന്നിൽ നിന്നും എഴുന്നേറ്റ് പോകുന്ന ചെമ്പകവല്ലി എന്ന കൗമാരക്കാരിയുടെ ശാലീന മധുരമായ ചിത്രം ഇങ്ങനെയാണ്. ചെമ്പട്ടു കഞ്ചൂക ഛന്നമായി താരുണ്യ സമ്പത്തുയർന്നു വരുന്ന മാറിൽ കല്ലും പവീഴവും പൊന്നുമണിഞ്ഞുള്ള കണ്ഠം തൊടുമാറു വെച്ചഴകിൽ ഇത്തിരി ചാഞ്ഞൊരു തണ്ടലർ പോലെയാ വക്രത്തിൻ കീഴ്വശം കൊണ്ടമർത്തി കന്മോതിരമണി കൈത്താറുകളാൽ പിന്നിൽ കമ്രമം കാർകൂന്തൽ കെട്ടിക്കൊണ്ടും പാവാടത്തുമ്പുകൾ മേൽപ്പുറം ചുംബിച്ച പാടല് പാദതലങ്ങളാലെ കണ്ണാടി പോലാം നിലത്തു പതേ പതേ കാശ്മീരച്ചാറു തളിച്ചുകൊണ്ടും ആണ് അവളുടെ നടപ്പ്. പ്രസിദ്ധമായ മറ്റൊരു കവിതയാണ് ആ മോതിരം. സന്ധ്യയായപ്പോൾ ഗുരുവായൂരിലെത്താൻ തിരക്കിട്ട് നടക്കുന്ന പൂന്താനം നമ്പൂരിയുടെ ചിത്രമാണ് മഹാകവി വാക്കുകളിൽ വരച്ചിടുന്നത്. കാലിടങ്കയ്യു കൊണ്ടു പിടിച്ചുള്ളോരോലവട്ടക്കുടയുണ്ടിടം തൊളിൽ വെയിലതേവര കൊള്ളുകയാൽ ക്ഷീണിച്ച പോലവേ ചാഞ്ഞു വിശ്രമം തേടുന്നു. ശൈത്യകാംക്ഷയാൽ പോലവേ പൂണൂലും വേർത്തമാറത്തു പറ്റിക്കിടക്കുന്നു. മുക്തിതൻ മഷി മുദ്ര പോലീശ്വരൻ അത്തിരുത്തഴം വാർന്നെറ്റിമേൽ ഗോപിമൺകുറി മിക്കതും മാഞ്ഞാലും ശോഭിതം മുഖം വൈഷ്ണവ തേജസൽ. മുണ്ടുടുത്തതിൻ താഴത്തെ കോന്തല രണ്ടുമേന്തി അരക്കെട്ടിൽ കുത്തിയും മൂർധനി കെട്ടിവെച്ച് കുടുംബതൻ കൂർത്തവാൾ ചെവി പിന്നീടുടക്കിയും ആണ് കേരളീയരായ നമ്പൂതിരിയുടെ യാത്രാചിത്രം. ഉദാഹരണങ്ങൾ ഇനിയും അനായാസം ഉദ്ധരിക്കാവുന്നേയുള്ളൂ. മലയാളത്തിൻ്റെ തല എന്ന കവിതയിലെ കാപാലികൻ, സന്ധ്യാപ്രണാമത്തിലെ പ്രാർത്ഥനയിൽ മുഴുകിയ മുസ്ലിം സ്ത്രീ എന്നിങ്ങനെ. ഇത്തരം കഥാപാത്രങ്ങളുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയുമാണ് വള്ളത്തോൾ ഇതിവൃത്തം അനാവരണം ചെയ്യുന്നത്. ഏതാനും വരികളിലൂടെ സംഭവം നടക്കുന്ന രംഗം പരിചയപ്പെടുത്തുക, അവിടേക്ക് കഥാപാത്രങ്ങളെ പ്രവേശിപ്പിക്കുക, പിന്നെ അവരുടെ വാക്കുകളുടെ ശ്രോതാവും ക്രിയകളുടെ കാഴ്ചക്കാരനുമായി അനുവാചകനോടൊപ്പം കൂടുക. അതാണ് നാടകീയമായ അവതരണത്തിൻ്റെ രീതി. ഏറ്റവും മികച്ച ഉദാഹരണമാണ് ശിഷ്യനും മകനും. വള്ളത്തോളിനെ കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കിയ കവി പി ഭാസ്കരൻ ഒരിക്കൽ ശിഷ്യനും മകനും എന്ന രചന ഡോക്യുമെൻ്ററിയുടെ ഭാഗമാക്കിയപ്പോൾ പറഞ്ഞു അത്രേ, മഹാകവി പദ്യത്തിൽ എഴുതി വെച്ചത് ഞാൻ ഗദ്യത്തിലാക്കുക മാത്രമേ ചെയ്തുള്ളൂ എന്ന്. ശിഷ്യനും മകനും കാവ്യം ആരംഭിക്കുന്നത് ഒരു ദിവസം ഉച്ചതിരിഞ്ഞ സമയത്താണ്. പകൽ പകുതി കടന്ന ഭാസ്കരൻ എന്നാണ് പറയുന്നത്. വള്ളത്തോളിൻ്റെ വാക്ചിത്രരചനയുടെ വൈദഗ്ധ്യം വിശദീകരിച്ചപ്പോൾ പരശുരാമൻ്റെ ചിത്രം നമ്മൾ കണ്ടതാണ്. ആ വാക്ചിത്രാനുസാരിയാണ് കഥകളിയിൽ ഇന്ന് പരശുരാമൻ്റെ ചമയം. തുടർന്ന് മതവൃഷഗതിയായ ആ മുനിയുടെ വരവ് വഴിനീളെ ഉണ്ടാക്കിയ മാറ്റം കവി കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഇരുവശവും ഇരിക്കുവോരെണീറ്റു തെരുതരെ അധ്വകർ മാറി നിന്നു ദൂരാൽ സവിനയർ ചിലർ വായ്മറച്ച കയ്യാൽ സവിധകരോട് ഉരിയാടൽ മെല്ലെ എന്നാർ. തീർന്നില്ല. അമല സുഷമനാം അവങ്കൽ യക്ഷപ്രമദകൾ സസ്പൃഹ വീക്ഷണങ്ങളാലെ കമലദല വിശാലമാല ചാർത്തി. അമലസുഷമനായ അസാമാന്യമായ അംഗസൗഷ്ഠവത്തോടു കൂടിയ ആ പരശുരാമനിൽ യക്ഷസ്ത്രീകൾ, യക്ഷപ്രമദകൾ എന്നാണ്, പ്രകർഷേണ മതിച്ച യക്ഷസ്ത്രീകൾ സ്നേഹപൂർണമായ നോട്ടം കമലദല വിശാലമാല ചാർത്തി. എന്നിട്ട് സ്വമനസി തദ്യുത പുത്രലബ്ധി നേർന്നു എന്നുകൂടി വള്ളത്തോൾ എഴുതി. അളകനന്ദയിലെ താമരപ്പൂക്കളുടെ സുഗന്ധം കലർന്ന ഇളം കാറ്റ് പോലും പെരിക നിഭൃതനായി ഒതുങ്ങിയിട്ടാണ്
അരികിലണഞ്ഞത് തൽ സപര്യ ചെയ്യുവാൻ. അങ്ങനെ നടന്ന് പരശുരാമൻ കൈലാസത്തിലെത്തി. അവിടെ ശിവപാർവതിമാർ വിശ്രമിക്കുന്ന മന്ദിരത്തിന് മുൻപിൽ ഏരമ്പനും ഗുഹനും ഗണപതിയും സുബ്രഹ്മണ്യനും ഉണ്ട്. അതോടെ അടുത്ത രംഗത്തിൻ്റെ തിരശ്ശീല ഉയർന്നു. പഴയ തോഴനെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷം. മുന്നോട്ട് നടന്ന രാമനെ തുമ്പിക്കൈകൊണ്ട് തടഞ്ഞ് വിഘ്നേശ്വരൻ പറഞ്ഞു, എന്തിത്ര വെമ്പലിഹ തെല്ലിട നിൽക്ക താതൻ അന്തപ്പുരേക്കുമപി വിശ്രമമേൽക്കയത്രേ. എന്നാൽ കാലാരി ശിഷ്യൻ അഗജാതനയൻ്റെ തടസ്സം തട്ടി നീക്കി മുന്നോട്ട് നീങ്ങി. അവിടെ അഗജാതനയൻ എന്ന പദത്തിൻ്റെ ഭംഗി ശ്രദ്ധിക്കണം. മലമകളുടെ മകനാണ് ഗണപതി. വഴി മുടക്കി നിന്നാൽ മാറില്ല, മാറ്റാനാവില്ല എന്നാണ് ധ്വനി. പിന്നെ തർക്കമായി. പോവട്ടെ ഞാൻ വിടില്ല കടന്നുകൂടാ, വക്രവൃത്തി തുടരുന്നത് രാമനോടു. ഏവം വഴക്കുമുറുകി ദ്വിജദേവർ തമ്മിൽ ഭാവം പകർന്നു പിടിയും വലിയും തുടങ്ങി. തുടർന്ന് നമ്മൾ കാണുന്നത് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന സുബ്രഹ്മണ്യനെയും വാഗ്വിലാസ തുമുലധ്വനി കേട്ട് എത്തിയ പാർഷദരെയും ആണ്. ഗണപതി പരശുരാമൻ്റെ ഇരുകാലുകളും തുമ്പിക്കൈ കൊണ്ട് കൂട്ടിപ്പിടിച്ച് നിലത്തു നിന്ന് ഉയർത്തി തലയ്ക്ക് ചുറ്റും 1-2 തവണ ചുറ്റിച്ച് മാറ്റി നിർത്തി. മണ്ണിൻ ചുവട്ടിലമരും ഭുവനങ്ങൾ കൂടി പരശുരാമൻ്റെ കണ്ണിൽ പതിഞ്ഞു അത്രേ. ജീവിതത്തിൽ ആദ്യമായുണ്ടായ ഈ പരാജയത്തെ തുടർന്ന് അയാൾ കോപാവിഷ്ടനായി. തുടർന്നാണ് അടുത്ത രംഗം കാണിച്ചു തരുന്നത്. അശങ്കമാവാനി വൃഷാംഗ ശിഷ്യൻ അമർഷവേഗത്തിനധീനനായി അച്ഛൻ കൊടുത്തൊരു കൊടുങ്കുഠാരം മകൻ്റെ നേർക്കക്ഷണമാഞ്ഞു വിട്ടു. പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച ഇതാണ്. രാമായുധം ഗണപതിയുടെ ഇടത് കവിളിൽ തട്ടി. ഇടത്ത് മുമ്പ് മുറിഞ്ഞ് ചോരയിൽ കുളിച്ച് നിലത്ത് വീണു. ചെമ്മണ്ണിൽ കലർന്ന കൈലാസ ശൃംഗം പോലെ. തുടർന്ന് മഹാകവി നമ്മളുടെ മുമ്പിൽ കാഴ്ചകൾ നിരത്തുകയാണ്. ഗണപതിയുടെ മുത്തച്ഛനായ ഹിമവാൻ നരച്ച തല ഉയർത്തി പകച്ചു നിൽക്കുന്നു. ഗണപതിയാവട്ടെ ചോരയിൽ കുളിച്ച് കാശ്മീരകം കുങ്കുമം ചാർത്തിയ പോലെ. കുങ്കുമം ചാർത്തൽ ഗണപതിക്ക് പ്രിയങ്കരമായ വഴിപാടാണ് എന്നോർക്കുക. മറ്റുള്ളവരുടെ സ്ഥിതിയോ? സ്കന്ദൻ ദാ പുഞ്ചിരിയിട്ടു. സുബ്രഹ്മണ്യന് ചിരിയാണ് വന്നത്. സ്കന്ദൻ സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യന് ചിരിയാണ് വന്നത്. അത്ര ധൃതിയാണെങ്കിൽ പരശുരാമൻ പൊക്കോട്ടെ എന്ന് വെച്ചാൽ ഗണപതിക്ക് ഒന്നുമില്ല. ഓ, ഗണപതി തടഞ്ഞതല്ലേ, എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിളിച്ചാൽ പരശുരാമനും ഒന്നും വരാൻ പോകുന്നില്ല. രണ്ടുപേർക്കും വാശി. അതിന് ഇത് തന്നെ വേണം എന്നാണ്. സ്കന്ദൻ ദാ പുഞ്ചിരിയിട്ടു. നന്ദി കഞ്ചിമ്മി വീശീഗത വീരഭദ്രൻ വീർപ്പൊന്നു വിട്ടൂരുരു കൈതിരമീ കുണ്ടോദരൻ നാവുകടിച്ചു ചണ്ടൻ. ഇനി അടുത്ത രംഗത്തിലേക്ക് പോവാണ്. ബഹളം കേട്ട് അവിടേക്ക് ഓടിയെത്തിയ ശിവപാർവതിമാർ കാണുന്നത് ചോരയിൽ കുളിച്ച മകനെയാണ്. പാർവതി ഗണപതിയെ എടുത്ത് മടിയിലിരുത്തി. നടന്ന കാര്യം സുബ്രഹ്മണ്യൻ പറഞ്ഞു. അടുത്ത ചിത്രം. ഉടൻ മഹാദേവി ഇടത്ത് കയ്യാൽ അഴിഞ്ഞ വാർവുംകുഴലൊന്നൊതുക്കി ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കി പാർശ്വസ്ഥനാകും പതിയോടുരച്ചു. ശിവൻ ഒറ്റ നോട്ടം കൊണ്ട് മുമ്പ് കാലനെയും കാമനെയും വെണ്ണീറാക്കിയവനാണ്. മരണത്തെയും ജീവിതകാമനയെയും ജയിച്ചവൻ. ആ ശിവൻ വെണ്ണീറാകുന്ന മട്ടിലായിരുന്നു പാർവതിയുടെ നോട്ടം. തുടർന്ന് ശിവനെ തട്ടിക്കയറുന്നു. വള്ളത്തോൾ മണ്ണിലായാലും വിണ്ണിലായാലും കുടുംബങ്ങളുടെ കഥയാണ് പറയുക. സർവജ്ഞനാണെങ്കിലും ഇതിൽ ആര് ചെയ്തതാണ് ശരി എന്നറിയാതെ ചിന്താവിവശനായ മഹേശൻ. രാധാകൃഷ്ണന്മാരുടെ വരവോടെ സമാപന രംഗം. മഗ്ദലന മറിയം, ഗണപതി, കൊച്ചു സീത, അച്ഛനും മകളും എന്നീ ഖണ്ഡകാവ്യങ്ങളും ഇങ്ങനെ രംഗങ്ങളായി വിഭജിച്ചാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. നാടകാന്തം കവിത്വം എന്ന ചൊല്ല് അന്വർത്ഥം തന്നെയാണ്. ഖണ്ഡകാവ്യങ്ങളിൽ മാത്രമല്ല ഈ പ്രവണത നമ്മൾ കാണുന്നത്. സാഹിത്യമഞ്ജരിയിലെ നാദദീർഘങ്ങളായ പല കവിതകളിലും കാണാം നാടകീയമായ അവതരണത്തിൻ്റെ അന്യാദൃശ ചാരുത. മലയാളത്തിൻ്റെ തല എന്ന കവിത ഉദാഹരണം. ഞാൻ പല കവിതകൾ ഉദ്ധരിക്കുന്നത് വള്ളത്തോളിൻ്റെ വളരെ ഈ പ്രധാനപ്പെട്ട കവിതകളൊക്കെ വായിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിലും ഇത് കേട്ടാൽ ആരെങ്കിലും ഇനി പറയുമ്പോൾ ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നെങ്കിലും തോന്നണം. മലയാളത്തിൻ്റെ തല എന്ന കവിത ഉദാഹരണം. ഒരു കാപാലികന് സർവ്വലക്ഷണവും തികഞ്ഞ ഒരു പുരുഷനെ ബലി കൊടുത്താൽ മോക്ഷം കിട്ടും എന്ന ധാരണയിൽ അയാൾ ശ്രീശങ്കരനെ സമീപിച്ച്
ബലിയാകാൻ അഭ്യർത്ഥിക്കുന്നു. ശങ്കരൻ അത് സമ്മതിച്ചു. ശിഷ്യന്മാർ സമീപത്തില്ലാത്ത സമയത്ത് തന്നെ ബലിയായി അർപ്പിക്കാൻ ശങ്കരൻ സമ്മതിക്കുകയാണ്. എന്നാൽ എങ്ങനെയോ വിവരമറിഞ്ഞ പത്മപാദർ നരസിംഹരൂപം കൊണ്ട് കാപാലികനെ വധിച്ച് ആചാര്യനെ രക്ഷിച്ചു. ഈ ഇതിവൃത്തം നാടകീയമായ സംഭാഷണത്തോടെയാണ് ആരംഭിക്കുന്നത്. എന്നോട് തല വേണം അങ്ങയ്ക്ക് മുക്തിക്കെങ്കിൽ വന്നെടുത്തുകൊള്ളുവിൻ. നാടകീയമായ അവതരണത്തിന് മികച്ച മറ്റൊരു ഉദാഹരണമാണ് അച്ഛനും മകളും. വിശ്വാമിത്രനും ശകുന്തളയും കണ്ടുമുട്ടുന്ന ഒരു രംഗം വിഭാവന ചെയ്ത പ്രതിഭ തന്നെ അത്യത്ഭുതകരമാണ്. കാശ്യപാശ്രമത്തിൽ ഗുരുവിനെ സന്ദർശിക്കാനെത്തിയതാണ് വിശ്വാമിത്രൻ. അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഞാൻ കാട്ടിത്തരാമേ മുത്തച്ഛനെ എന്ന വാക്കോടെ എത്തുന്ന ഒരു കുസൃതിക്കാരൻ കുട്ടി. മുനിക്ക് അവനെ വാരിയെടുത്ത് മാറോട് ചേർക്കാനാണ് തോന്നിയത്. ബ്രഹ്മതേജസ്സിൻ്റെ കാമ്പും ക്ഷാത്രതേജസ്സിൻ്റെ കൂമ്പും ചേർന്ന അഭിരാമമായ കാഴ്ച. കൃഷ്ണമൃഗത്തോൽ ഏറാപ്പിട്ട മുനിവക്ഷസിൽ ആ കുട്ടി ചേർന്ന് കിടന്നു. അസിതാകാശദേശത്ത് ആതിരത്താരം പോലെ, കറുത്തിരുണ്ട ആകാശത്ത് തീക്കട്ട പോലെ മിന്നുന്ന തിരുവാതിര നക്ഷത്രം പോലെ. അസിതാകാശദേശത്ത് ആതിരത്താരം പോലെ. അടുത്ത രംഗം ശകുന്തളയുടെ പ്രവേശനമാണ്. അവളെ ഒരു നോക്ക് കണ്ട മുനിയുടെ മനസ്സിൽ പഴയ കാലം പൊടുന്നനവെ ഉണർന്നു. മേനകയെ നിനക്കെന്തീ മാറ്റം എന്ന് ചോദിക്കാനാണ് ആദ്യം തോന്നിയത്. ഭുഷിഞ്ഞ വസ്ത്രങ്ങളും ലാവണ്യക ഭൂഷയാമുടലുമായി. സൗന്ദര്യം മാത്രമേ ഉള്ളൂ അലങ്കാരം. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് അവളോട് ചോദിച്ചത് സ്ഫുട സമ്രാട് ചിഹ്നനാം ഈ കുഞ്ഞിൻ്റെ അമ്മയാം നീയാർ വത്സേ എന്നാണ്. തുടർന്നുള്ള രംഗത്തിലാണ് കവി ശകുന്തളയെ കൊണ്ട് അവളുടെ പഴയ കഥ പറയിക്കുന്നത്. കളിപ്പാട്ടം കണ്ട് കുഞ്ഞ് അതിൻ്റെ പിന്നാലെ ഓടിപ്പോയപ്പോൾ അരങ്ങിൽ അവശേഷിച്ചത് അച്ഛനും മകളും മാത്രം. മകളുടെ ദുഃഖകഥ കേട്ടപ്പോൾ മുനിയിലുണ്ടായ ഭാവം മാറ്റമാണ് അടുത്ത രംഗം. ആ കാലരുദ്രാകാരന് ഭാവം പകർന്നു. കണ്ണുകളിൽ എരിതീപ്പൊരി. ദുഷ്യന്തനവനാര് എൻ്റെ മകളെ ദുസ്സഹമായ അവമാനത്തിൽ തള്ളിയിട്ട് ഇപ്പോഴും ജീവിക്കുന്നുവെന്നോ? ത്രിശങ്കുവിൻ്റെയും ഹരിശ്ചന്ദ്രൻ്റെയും കഥ അയാൾ കേട്ടിട്ടില്ലേ എന്ന് മുനി. ബ്രഹ്മാവെ തപശക്തിയാ വരുത്തി ചാരയെ നിർത്തി ബ്രഹ്മർഷിപദം ബലാൽ വാങ്ങിയ വലങ്കൈ ക്രോധാവേശാൽ നെഞ്ചിൽ ചേർത്താണ് ഊർജസ്വി വിശ്വാമിത്രൻ്റെ നിൽപ്പ്. ആ മുഷ്ടി മുന്നോട്ടാഞ്ഞാൽ സ്വാമിവംശത്തെ തകർക്കുന്ന ഇടിവാളായിപ്പോവും. അടുത്ത രംഗം ആ ശാപാസ്ത്രത്തെ തടയുന്ന ശകുന്തളയാണ്. അച്ഛനമ്മമാർ പിറന്ന ഉടനെ തന്നെ ഉപേക്ഷിച്ചു. യൗവനത്തിൽ സ്വച്ഛന്തം ഭർത്താവ് ഉപേക്ഷിച്ചു എന്നവൾ തേങ്ങുന്നു. പണ്ട് താൻ ചെയ്ത പ്രവൃത്തിയിൽ പശ്ചാത്താപഭരിതനായ വിശ്വാമിത്രൻ മകളെ ചേർത്ത് പിടിച്ച് അജനേണ ഭർത്താവുമായി അവൾ ചേരും എന്ന് അനുഗ്രഹിക്കുന്നതോടുകൂടി ആ രംഗവും തീരുന്നു. ഈ ഇതിവൃത്തം സാഹിത്യപരിഷത്തിൻ്റെ ഒരു കവിതാ മത്സരത്തിന് നിശ്ചയിച്ചിരുന്നതാണ്. കുറേ കവിതകൾ അന്ന് കിട്ടുകയും ചെയ്തു. ഭർതൃപരിത്യക്തയായ ശകുന്തള എന്നൊക്കെ പേര്. പക്ഷെ അതൊക്കെ പരിശോധകനായ വള്ളത്തോളിന് ഇഷ്ടപ്പെട്ടില്ല. പിന്നീടാണ് അദ്ദേഹം സ്വന്തം നിലയിൽ അച്ഛനും മകളും എന്ന അസാധാരണമായ കാവ്യം എഴുതിയത്. കവി വിശദീകരിക്കുകയല്ല, കാണിച്ചു തരികയാണ് ആദ്യന്തം. മിഴിവാർന്ന രംഗങ്ങൾ, അത്യാവശ്യം വാക്കുകൾ. വായനക്കാരൻ്റെ മനസ്സാകുന്ന അരങ്ങിൽ നാടകം അവതരിക്കപ്പെടുന്നു. നാടകാന്തം കവിത്വം സത്യമാണ് എന്ന് ഏത് വായനക്കാരനും വീണ്ടും വീണ്ടും ബോധ്യമാകുന്നു. മറ്റു പല കവിതകളിലും എന്ന പോലെ അതീവ സൂക്ഷ്മമായി ഒരു കുടുംബാന്തരീക്ഷം വായനക്കാരൻ്റെ മുന്നിൽ തെളിഞ്ഞു വരികയും ചെയ്യുന്നുണ്ട്. വള്ളത്തോളിൻ്റെ ഖണ്ഡകാവ്യങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും പ്രസിദ്ധമായത് മഗ്ദലന മറിയം ആണ്. ബൈബിളിൽ പറഞ്ഞുകൂട്ടിയ നിരവധി കഥകളുടെ കൂട്ടത്തിൽ ഒന്ന് മാത്രമാണ് മഗ്ദലന മറിയത്തിൻ്റെ കഥ. അന്ധമായ മതഭക്തിയൊന്നുമില്ലാത്ത ഒരു ശരാശരി വായനക്കാരന് ബൈബിളിലെ ഈ ഭാഗം അത്രയ്ക്കൊന്നും ഹൃദയത്തിൽ തട്ടി എന്ന് വരില്ല. 1921 ഈ ഖണ്ഡകാവ്യം പ്രസിദ്ധീകൃതമാകുന്നത്. ചിത്രമെഴുത്ത് KM വർഗീസിൻ്റെ അവതാരികയോട് കൂടിയാണ് പുസ്തകം പുറത്തു വന്നത്.
ആത്മഭൂഷണി മാനേജരായിരുന്ന പുലിക്കോട്ടിൽ യൗസേപ്പ് ഷമ്മാശൻ്റെയും സ്നേഹപൂർണമായ അപേക്ഷയുടെ ഫലമായിട്ടാണ് വള്ളത്തോൾ ബൈബിൾ കഥ ഖണ്ഡകാവ്യത്തിൻ്റെ ഇതിവൃത്തമായി സ്വീകരിച്ചത് എന്ന് അവതാരികാകാരൻ പറയുന്നുണ്ട്. പുസ്തകമായപ്പോൾ ഇതിവൃത്തത്തിൻ്റെ മൂലപാഠം എന്ന നിലയിൽ ഈ കഥ പറയുന്ന ബൈബിളിലെ ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെ വാക്യങ്ങൾ എടുത്തു ചേർക്കുകയുണ്ടായി. ആ ഭാഗവും വള്ളത്തോൾ കൃതിയും താരതമ്യപ്പെടുത്തുമ്പോഴാണ് ഡോക്ടർ KM ജോർജ് പറഞ്ഞത് അക്ഷരം പ്രതി സത്യമാണ് എന്ന് ബോധ്യമാവുക. മഹാകവി പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കി. എന്നാൽ മഗ്ദലന മറിയത്തിൻ്റെ മൂലപാഠം ഇതല്ല. ഈ സത്യം വി ഉണ്ണികൃഷ്ണൻ നായർ ചൂണ്ടിക്കാണിച്ചിട്ടും ഏറെയൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല. സുറിയാനി ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനാ പുസ്തകമായ പുറൂമിയോൺ ആണ് മഗ്ദലന മറിയത്തിൻ്റെ രചനയ്ക്ക് വള്ളത്തോൾ അവലംബ്യമാക്കിയ കൃതി. മഹാകവിയുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്ന യൗസേപ്പ് ഷമ്മാശൻ പുറൂമിയോണിലെ പാതിരി മലയാളം പരിഷ്കരിച്ച് നല്ല മലയാളം ആക്കുവാൻ വള്ളത്തോളിനെ ഏൽപ്പിച്ചു. മഹാകവി അത് ചെയ്യുകയുമുണ്ടായി. പുറൂമിയോണിൽ വ്യാഴാഴ്ചയിലെ മധ്യാഹ്ന പ്രാർത്ഥനയോട് ചേർന്നാണ് പാപിയായ സ്ത്രീയെക്കുറിച്ചുള്ള പരാമർശം കാണുന്നത്. ഇതാണ് മഗ്ദലന മറിയത്തിൻ്റെ മൂലപാഠം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ശീമോൻ്റെ സന്ദേഹത്തിന് ക്രിസ്തു കടക്കാരന് ഇളവ് ചെയ്തു കൊടുത്ത കഥ പറയുന്ന ഭാഗത്താണ് ഊന്നൽ. അതല്ല പുറൂമിയോണിൻ്റെ സ്ഥിതി. അവിടെ ആ കഥ സൂചിപ്പിക്കുന്നത് തന്നെയില്ല. വള്ളത്തോൾ കവിതയിലും ഇല്ല ആ കഥ. പുറൂമിയോൺ എഴുതുന്നു: ശമവോൻ്റെ ഭവനത്തിൽ നിന്നും നിന്റെ അടുക്കൽ നിശങ്കം പ്രവേശിച്ചു. ഇത് വള്ളത്തോൾ കവിതയിൽ വാതിക്കൽ ശങ്കിച്ചു നിൽക്കേണ്ട എന്നായി. മറിയം യേശുവിൻ്റെ കാലുകൾ കഴുകിയ ശേഷം നടത്തുന്ന അഭ്യർത്ഥന ഇപ്രകാരമാണ്: എൻ്റെ കർത്താവേ, കഠിനനായ കൊള്ളക്കാരൻ്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നവളും നിന്റെ തൃക്കൈയുടെ സൃഷ്ടിയും ആയ നിന്റെ ദാസിയെ നീ കടാക്ഷിക്കണമേ. ഉത്തമനായുള്ളവേ, നാശം ഭവിക്കാതെ അവനിൽ നിന്നും അവളെ വീണ്ടും രക്ഷിച്ചു കൊള്ളണമേ. കാണാതെ പോയ ആടിൻ്റെ നിമിത്തം വന്ന നല്ല ഇടയനായുള്ളവേ, കാണാതെ പോയ പെണ്ണാടിനെ അന്വേഷിച്ച് ഉപദ്രവിക്കുന്ന ചെന്നായയുടെ പല്ലുകളുടെ ഇടയിൽ നിന്നും അതിനെ നീ പുറത്താക്കണമേ. വള്ളത്തോൾ ഈ ഭാഗം നല്ല മലയാളത്തിലാക്കിയത് വി ഉണ്ണികൃഷ്ണൻ നായർ ഉദ്ധരിക്കുന്നുണ്ട്. എൻ്റെ നാഥ, മരുഭൂമിയിലെ കൊള്ളരുതാത്ത കൊള്ളക്കാരൻ്റെ കയ്യിൽപ്പെട്ടിരിക്കുന്നവളും തൃക്കൈ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവളും ആയ സ്വദാസിയെ നിന്തിരുവടി കടാക്ഷിക്കണമേ. കെടുതലേറ്റ ആടിനെ ഉദ്ദേശിച്ചു വന്ന നല്ല ഇടയനായുള്ളവേ, നിന്തിരുവടി ദയവ് ചെയ്ത് കെടുതലേറ്റ പെണ്ണാടിനെ ആരാഞ്ഞു നോക്കി അതിനെ ദ്രോഹിക്കുന്ന ചെന്നായയുടെ വായിൽ നിന്നും പുറത്താക്കണമേ. മറിയത്തിൻ്റെ വാക്കുകളായി പുറൂമിയോണിൽ ഇപ്രകാരം കാണാം: റാഞ്ചുന്ന കഴുകനിൽ നിന്നും, വഞ്ചകനായ നായാട്ടുകാരൻ്റെ കയ്യിൽ നിന്നും, സൂത്രക്കാരനായ പരിന്തിൽ നിന്നും അതിനെ വീണ്ടുകൊള്ളണമേ. വള്ളത്തോൾ കവിത ഇതാണ്: ലീലയാ കണ്ടു ചിരിപ്പാനായി വഞ്ചകൻ മേലെ വിരിച്ചിട്ട പുൽപ്പരപ്പിൽ മേയാനായി ചെന്നൊരു പെൺമാൻ നിരാലംബയായി വീണുപോയി മുൾക്കുഴിയിൽ. ദുഷ്ടപ്പരുന്തിൻ്റെ വായിൽ നിന്നീ ഗതികെട്ട് കപോതിയെ ദീനബന്ധു അഞ്ജസ വീണ്ടെടുത്തെന്തിരൂമേനിതൻ പഞ്ചരം തന്നിലേക്കാക്കണമേ. പുറൂമിയോണിൽ എൻ്റെ കർത്താവേ, ഞാൻ എല്ലാ അശുദ്ധിയും പൂണ്ടിരിക്കുന്ന പാപിയായ സ്ത്രീയാകുന്നു. നീതീകരിക്കപ്പെട്ടവളും പരിശുദ്ധയും സകല മാലിന്യങ്ങളിൽ നിന്നും നീങ്ങിയവളും ആയിട്ടല്ലാതെ ഞാൻ വന്നതുപോലെ അശുദ്ധയായി നിന്റെ അടുക്കൽ നിന്നും ഞാൻ പുറപ്പെട്ടു പോകുമാറാകരുതേ എന്ന ഭാഗം വള്ളത്തോൾ ചെയ്യരുതാത്തതു ചെയ്തവളെങ്കിലും നീ എന്നെ തള്ളല്ലേ തമ്പുരാനെ എന്ന് സംഗ്രഹിച്ചു. പുറൂമിയോൺ: നിന്റെ മാഹാത്മ്യമുള്ള ശിരസിൽ വിലയേറിയ മുറോൺ തൈലം അവൾ ഒഴിച്ചു. വള്ളത്തോൾ കൃതിയിൽ: പിന്നീട് താൻ കൊണ്ടുവന്ന പാത്രത്തിലെ ധന്യ മഹാർഹ സുഗന്ധ തൈലം തൂകിനാളെമ്പാടും പൂക്കളിൽ തൂമണം തൂകിയ കർത്താവിൻ മൂർധാവിങ്കൽ എന്നാണ്. പുറൂമിയോൺ വീണ്ടും: നിന്റെ വെടിപ്പും വിശുദ്ധിയുമുള്ള തൃപ്പാദങ്ങളെ അവളുടെ അശുദ്ധങ്ങളായ കൈകൾ കൊണ്ട് പിടിച്ചു. യാതൊരു മാലിന്യവുമില്ലാത്ത ഊഷ്മള സ്നേഹം നിമിത്തം അവളുടെ അശുദ്ധ അധരങ്ങളാൽ കരഞ്ഞുകൊണ്ട് ചുംബിച്ചു. ദുഃഖത്തിൻ്റെ കണ്ണുനീരുകളാൽ അവയെ നനച്ചു.
തൂവാലയ്ക്ക് പകരം അവളുടെ തലമുടി കൊണ്ട് തുവർത്തി. വള്ളത്തോൾ കവിതയിൽ പങ്കമകന്ന കണ്ണീരിനാൽ കഴുകിയ തങ്കത്തൃക്കാൽകളെ താഴ്മയോടെ നേർത്ത പട്ടിന് നേർകൊണ്ട വാർകൂന്തൽ തോർത്തി തുടച്ചവ രണ്ടിനെയും ചമ്പവീഴങ്ങൾ പതുക്കിയായി കാമിനി തൻപരി പേലവ തായ് വായ്മലരാൽ. റൂമിയോൺ, എൻ്റെ കർത്താവെ വിളിപ്പിൻ, ഞാൻ ഉത്തരം പറയും എന്നും, മുട്ടുവിൻ, ഞാൻ തുറക്കുമെന്നും, അന്വേഷിപ്പിൻ, കണ്ടെത്തുമെന്നും നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഇതാ ഞാൻ നിൻ്റെ വാതുക്കൽ മുട്ടി നിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. വള്ളത്തോൾ കവിത ഇങ്ങനെയാണ്. മുട്ടുവിൻ വാതിൽ തുറക്കുമെന്നങ്ങുന്നു പട്ടാങ്ങായി ചെന്നതെന്ന് ഓർത്തുകൊണ്ടേ താവക അനുഗ്രഹദ്വാരത്തിൽ മുട്ടുവിൻ പാപത്തിനേകും ഇങ്ങുൾപ്രവേശം. പാപസമുദ്രത്തെയും പാപസമുദ്രത്തിലും ദോഷക്കയത്തിലും മുഴുകിക്കിടക്കുന്നവളെ നീ കോരിയെടുക്കണമേ എന്ന് ഭൂമിയോ. അല്ലൽ പെരുങ്കടൽ കല്ലോലമാലയിൽ തെല്ലല്ലലഞ്ഞു കുഴങ്ങുന്നു ഞാൻ, ഏഴയാമെന്നെ കരയേറ്റുവാൻ മറ്റാരങ്ങ് അഴിക്കുമീതെ നടന്നവനെ എന്നാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു മഗ്ദല മറിയത്തെ സമാശ്വസിപ്പിക്കുമ്പോൾ പശ്ചാത്താപത്തെപ്പറ്റി പറയുന്നതേയില്ല. സത്യ അനുതാപത്തെയും യഥാർത്ഥമായ പശ്ചാത്താപത്തെയും റൂമിയോൺ സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് മഹാകവി ഉൾക്കൊണ്ട വിശ്വാസം കാക്കും നിന്നെ എന്നും അപ്പപ്പോൾ പാതകം ചെയ്തതിനൊക്കെയും ഈ പശ്ചാത്തമേ പ്രായശ്ചിത്തം എന്നും എഴുതിയത്. ലൂക്കോസിൻ്റെ സുവിശേഷമാണ് ആധാരം എന്ന തെറ്റായ ധാരണയുടെ പേരിലാണ് പിൽക്കാലത്തെ ചില നിരൂപകന്മാർ വള്ളത്തോളിൻ്റെ വെൺമണി പാരമ്പര്യം മഗ്ദല മറിയത്തിൽ കാണാൻ ശ്രമിച്ചത്. അടിത്തറയില്ലാത്തതായിരുന്നു ആ ആരോപണം. ഓടിയെത്തുന്ന മഗ്ദല മറിയത്തിൻ്റെ മാർത്തട്ട് ഉലഞ്ഞു എന്ന് കവി എഴുതിയതാണ് വെൺമണി പാരമ്പര്യം എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനം. കവിത വായിച്ചാൽ ആസ്വദിക്കാനാവില്ല എന്ന് വന്നാൽ പിന്നെ എന്തും പറയാം കവിതയെപ്പറ്റി. അതല്ലാതെ ഇതിന് മറുപടിയൊന്നുമില്ല. ക്രിസ്തു ശിഷ്യരോടൊപ്പം ഇരുന്നത് കൃഷ്ണൻ ഗോവന്മാരോടൊപ്പം ഇരുന്ന പോലെ എന്ന് കൽപ്പിച്ചതാണ് മറ്റൊരാൾ കണ്ട മഹാപരാധം. ഇത്തരം ബാലിശങ്ങളായ അഭിപ്രായങ്ങൾ അവ ഉന്നയിച്ചവരുടെ കാവ്യാസ്വാദനക്ഷമതയുടെ വൈകൃതത്തെയാണ് വ്യക്തമാക്കുന്നത് എന്ന് മാത്രം പറഞ്ഞു വയ്ക്കട്ടെ. ക്ഷീരമുള്ള അകിട്ടിൻ ചുവട്ടിലായാലും കൊതുവിന് പ്രിയം ചോര തന്നെ എന്ന പഴമൊഴിയിൽ പതിരില്ല. ക്രിസ്തുമത സംബന്ധിയായതും ഇസ്ലാം മത സംബന്ധിയായുമുള്ള ഇതിവൃത്തങ്ങൾ വള്ളത്തോൾ അനായാസം കൈകാര്യം ചെയ്തിട്ട്. ബോധിസത്വാവധാന കൽപ്പനത ബുദ്ധമത സംബന്ധിയാണല്ലോ. സർവമത സാഹോദര്യം എന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഖ്യ സാംസ്കാരിക ഘടകം ആയിരുന്നു. അതാ നമ്മൾ ഓർക്കണം. ഈശ്വരനല്ല തേരെ നാം എന്ന് സർവർക്കും സൽബുദ്ധി തോന്നണം എന്നുമായിരുന്നുവല്ലോ അക്കാലത്തെ പ്രധാന പ്രാർത്ഥന. കാൽപ്പനിക കവികൾ പ്രകൃതിയെ എങ്ങനെ കാണുന്നു എന്ന അന്വേഷണം രസകരമാണ്. ചില കവികൾക്ക് പ്രകൃതി ഈശ്വരനെ പോലെയാണ്. സാന്നിധ്യം സദാ നമ്മെ അനുഭവപ്പെടുത്തുന്നുണ്ടെങ്കിലും അതിൻ്റെ പൊരുൾ ഒരിക്കലും പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കി തരില്ല. അത്ഭുതാദരങ്ങളോടെയാണ് അക്കൂട്ടർ പ്രകൃതിയെ കാണുന്നത്. രണ്ടാം വിഭാഗം പ്രകൃതിയെ ഇന്നല്ലെങ്കിൽ നാളെ മനുഷ്യന് മെരുക്കാനാവും എന്ന് കരുതുന്നവരാണ്. ഇന്നലെ നമ്മെ ഭയപ്പെടുത്തിയിരുന്ന പല പ്രകൃതി പ്രതിഭാസങ്ങൾക്കും കാരണം മുൻകൂട്ടി അറിയാൻ മനുഷ്യൻ്റെ ബുദ്ധി ഇന്നവനെ പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇന്നറിയാത്ത കാര്യങ്ങൾ നാളെ മനുഷ്യബുദ്ധി കണ്ടെത്തും. അങ്ങനെ മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കും. മൂന്നാമത്തെ കൂട്ടർക്ക് പ്രകൃതി ജീവിതത്തിൻ്റെ പശ്ചാത്തലമാണ്. അതിൻ്റെ സൗമ്യഭാവം അവരെ ആനന്ദിപ്പിക്കുന്നു, ആസുരഭാവം ഭയപ്പെടുത്തുന്നു. പ്രകൃതിയെ കാണുക, ആദരിക്കുക, സ്നേഹിക്കുക, ഭയപ്പെടുക എല്ലാം ഈ കൂട്ടർ അനുവർത്തിക്കുന്നുണ്ട്. കീഴടക്കാം എന്ന ഔന്നിത്യമില്ല, വിധേയനാവാം എന്ന ദാസ്യഭാവവുമില്ല. ഈ മൂന്നാം വിഭാഗത്തിലാണ് വള്ളത്തോളിൻ്റെ പ്രകൃതി പ്രേമം. അതിന് അല്പം ചായ്വുണ്ടെങ്കിൽ അത് ഭക്തിയോടാണ്. പ്രകൃതി ശക്തികൾക്ക് പിന്നിലെ അജ്ഞാത ശക്തിയോടുള്ള ഭക്തി. ശ്യാമപ്പൂമെത്ത ചഞ്ചൽക്കുളിർ വിശറി മണീകീർണമാം നീലമേലാപ്പ് ഓമൽ തങ്കഗുളോപ്പ് ഈ വക വിഭവശതം ചേർന്ന കേളീഗൃഹം നീ പ്രേമത്താലേ വിധാനിച്ചരുളിയ പരമോദാര രൂപൻ്റെ മുമ്പിൽ കാമത്താൽ ഈ കൊച്ചു കൈക്കുമ്പിൾ മലർത്തുന്ന ഞാൻ എത്ര ഭൂഷൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലചായ്ച്ചും സ്വച്ഛാപ്തി മണൽത്തിട്ടാം പാദോപധാനം പൂണ്ടും പ്രത്യക്ഷമാകുന്ന മലയാള പ്രകൃതിയുടെ എത്രയെത്ര ചാരുദൃശ്യങ്ങളാണ് വള്ളത്തോൾ കവിതയിൽ.
പ്രഭാതഗീതം പ്രകൃതിക്ക് നേരെയുള്ള അർച്ചന തന്നെയാണ്. അല്ലിൻ്റെ അന്തിമ യാമത്തെ ഘോഷിച്ചു കല്ലോല മാലോലൻ മന്ദിരതൂര്യം എന്നാരംഭിക്കുന്ന ആ ചെറുകവിതയിൽ രാത്രി എത്രയായി എന്നറിയാൻ ചെന്തലപ്പാവണിഞ്ഞ് ശിരസുയർത്തി നോക്കുന്ന പൂവൻ കോഴികൾ, ശുക്രനാം കൈവിളക്കേന്തി എത്തുന്ന ഉഷസ്, അവളുടെ പ്രവൃത്തികൾ ഒക്കെ വർണ്ണിക്കുന്നുണ്ട്. ഉഷസ്സാകുന്ന സ്ത്രീ ചെയ്യുന്ന പണികൾ നോക്കൂ. നാനാവിഹംഗമ നാദവം കങ്കണക്വാണമോട് അമ്പരശാലയിങ്കൽ ഇന്നലെ രാവുപയോഗിച്ച പൂക്കളാകുന്ന താരങ്ങൾ അടിച്ചുവാരി താവൽ കസ്തൂരിച്ചാറാക്കിന് പൂന്തിങ്കൾ തൂവെള്ളിക്കിണ്ണവും ദൂരെ മാറ്റി വെൺകുളിർ നീരാൽ തളിച്ചു പുരോഭുവി കുങ്കുമലേപവും ആചരിച്ചാൽ ആ വേലക്കാരി തൻ നിശ്വാസം പോലവേ പൂവിൻ മണവുമായി വീശി തന്നൽ. കിളിക്കൊഞ്ചലിൽ കുട്ടിയായ സീതയെ അവതരിപ്പിക്കുന്നത് ഓരോ മലരിലും ഓരോ തളിരിലും ഓടിക്കുഴങ്ങേണ്ട നേത്രമേനി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടെ ചെമ്പകപ്പൂവാണി പെൺപൈതൽ തന്നുടൽ ചെമ്പനി നീർപ്പുവി കൊച്ചുമുഖം എന്നാരംഭിക്കുന്ന വർണ്ണന ഓരോ പ്രകൃതി വിഭവത്തെയും ഉപമാനങ്ങളായി കൽപ്പിക്കുന്നുണ്ട്. പ്രകൃതിയുടെ മനോഹാരിത സീതയിൽ ആരോപിക്കുന്നത് അവൾ ഭൂമിപുത്രി ആയതുകൊണ്ടാണ് എന്ന ധ്വനി എത്ര ഹൃദ്യമാണ്. സന്ധ്യാപ്രണാമത്തിലായാലും ആമോദരത്തിലായാലും അരിപ്പറാവിലായാലും കർമ്മഭൂമിയുടെ പിഞ്ചുകാലിലായാലും എന്ന് വേണ്ട സാഹിത്യമഞ്ജരിയിലെ മികച്ച കവിതകൾ ഏതിലും ഔചിത്യപൂർവം പ്രകൃതി പ്രമേയത്തിനും കഥാപാത്രത്തിനും മിഴിവേറ്റുന്നതായി കാണാം. വിശദീകരിക്കാൻ തുടങ്ങിയാൽ ഒരുപാട് വള്ളത്തോൾ കവിതകൾ, ചിലത് പൂർണ്ണമായി തന്നെ ചിലത് ഭാഗികമായും പകർത്തേണ്ടി വരും എന്നുള്ളതുകൊണ്ട് പ്രധാനപ്പെട്ട ചിലതിൻ്റെ പേരുകൾ മാത്രം പറയാം. സൗകര്യം പോലെ ചിലതൊക്കെ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഒരു ദിനാന്ത സഞ്ചാരം, ഉൾനാട്ടിലെ മഞ്ഞുകാലം, ഭാരതപ്പുഴ, ഒരു ഭാവന, ഒരു ഉൾനാട്ടിലെ വേനൽക്കാലം, പ്രഭാതകീർത്തനം, തിരൂർ പൊന്നാനിപ്പുഴ. വലിയൊരു പട്ടിക തന്നെ തയ്യാറാക്കാം. നാം അറിയാതെ നമ്മെ ചുഴന്നുള്ള പ്രകൃതി നമ്മുടെ ജീവിതത്തിന് അർത്ഥവും കാന്തിയും നൽകുന്ന പോലെയാണ് വള്ളത്തോൾ കവിതയിൽ പ്രകൃതി. അതിലെ പ്രമേയത്തിനും കഥാപാത്രങ്ങൾക്കും അത് ഓജസ് നൽകുന്നു, വ്യക്തിത്വവും നൽകുന്നു. പ്രകൃതിയുടെ ഭാഗമാണ് മനുഷ്യൻ എന്ന ദർശനത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. വള്ളത്തോൾ കവിതയുടെ മറ്റൊരു സവിശേഷത അതിലെ കുടുംബ സങ്കല്പമാണ്. ഭൂമിയിലെ ജീവിതത്തെ ഇത്രമാത്രം സ്നേഹിച്ച ഒരു കവി നമുക്ക് വേറെയുണ്ടോ? മരണഭീരു എന്നൊരാൾ വള്ളത്തോളിനെ പരിഹസിച്ചപ്പോൾ താനതൊരു അഭിനന്ദന വാക്കായിട്ടാണ് സ്വീകരിക്കുന്നത് എന്ന് തിരിച്ചടിച്ച വ്യക്തിയാണ് മഹാകവി. മരണഭീരുവിന് ജീവിതധീരൻ എന്നാണല്ലോ അർത്ഥം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ യുക്തി. ഒരു താരതമ്യം നടത്തുമ്പോൾ ബോധ്യമാവും മഹാകവി കുമാരനാശാൻ്റെ കാവ്യലോകത്തിൽ സന്തുഷ്ടമായ ഒരു കുടുംബവുമില്ല. നേരെ മറിച്ചാണ് വള്ളത്തോളിൻ്റെ കവിതയിലെ സ്ഥിതി. പുലർകാലത്ത് മഴവില്ല് പിഴിഞ്ഞെടുത്ത സത്തുപോലെ ഒരു അരിപ്പറാവ് വീട്ടുമുറ്റത്തെത്തിയപ്പോൾ കവി സ്വാഗതം ചെയ്യുന്നത് തവ ഗേഹിനി എങ്ങ് എന്ന ചോദ്യത്തോടെയാണ്. അതിഥിയോട് അല്ല ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് ചോദിക്കുന്ന ഗൃഹസ്ഥനാണ് വള്ളത്തോൾ. ഏതോ കശ്മലൻ വെടിവെച്ചിട്ട പക്ഷിയെ കണ്ടപ്പോൾ കവിയുടെ മനസ്സിൽ ഉയർന്ന വിഷാദത്തിൻ്റെ അലച്ചാർത്തിൽ ഒരു കുടുംബത്തിൻ്റെ തേങ്ങലാണ് ഉയർന്നത്. ഏതോ ഒരു മരക്കൊമ്പിലെ കൂട്ടിൽ കാത്തിരിക്കുന്ന ഇണപ്പക്ഷി ഇരയ്ക്ക് പോയിടുന്ന നാഥനെത്തിയില്ല, ഇരുട്ട് കയറുന്നത് അവൾക്ക് കണ്ണിൽ. അകാല വൈധവ്യമണഞ്ഞൊരമ്മ, പത്രം മുളയ്ക്കാത്ത കുറക്കിടാങ്ങൾ, ഹേ ദുഷ്ടശിക്കാറി ഭവാനൊരുണ്ട കൊണ്ടി കുടുംബം മുഴുവൻ തകർത്തു. പയ്യനെ ചാലയെ കറക്കുന്ന അമ്മയുടെ മെയ്യൻ മലംവശം ചാരി നിൽക്കുന്നവനാണ് വള്ളത്തോളിൻ്റെ ഒരു കവിതയിൽ അമ്പാടിക്കണ്യൻ. കന്യകയല്ല ഞാൻ, കാന്തനൻ പ്രാണനാണ് അന്യനെ, അപ്രീതി തോന്നരുതേ എന്ന് ഇടറി മുറിഞ്ഞ വാക്കുകളിൽ സ്വകുടുംബചിത്രം ഉമയോട് മുന്നിൽ അവതരിപ്പിക്കുന്നവളാണ് ഭാവശുദ്ധയായ ഭാരതസ്ത്രീ. വിപത്തിൽ നിന്നും അവിശ്വസനീയമാം വിധം രക്ഷപ്പെട്ട ഭർത്താവിനെ കാണുന്ന ആനന്ദമാണ് പരീക്ഷയിൽ ജയിച്ചു എന്ന കവിതയുടെ പ്രമേയം. ഭൂലോകരംഗത്തേക്ക് വേണ്ട നാട്യങ്ങൾ ശീലിക്കുന്നവളാണ് കൊച്ചു സീത. അവൾ അനുകരിക്കുന്നത് ഒരു വീട്ടമ്മയുടെ പ്രവൃത്തികളാണ്. സന്ധ്യാപ്രണാമത്തിൽ അതിമനോഹരമായ വാക്ചിത്രമാണല്ലോ ഇതൾ വിടർത്തുന്നത്. കോരിക്കൂട്ടിയ പാഴ്കരിക്കിടയിലെ തീക്കട്ട പോലെയും പായലാൽ പൂരിച്ചുള്ള ചെടിക്കുളത്തിലുള്ള പൊന്താമര പുഷ്പം പോലെയും ഉള്ള വീട്ടമ്മയുടെ പ്രാർത്ഥന എത്രയോ ഹൃദയസ്പൃക്കാണ്. നാഗരികമാർ
പൂമച്ചിൽ പുതുമോടി ചേർപ്പതിന് ശ്രമിക്കുന്ന വേളയിൽ ഗ്രാമപ്പെണ്ണായ ഒരുവൾ പ്രാർത്ഥനയിൽ മുഴുകുകയാണ്. പൈന്തിങ്കൾ പൊളി നെറ്റി ചുറ്റുമറയുമാറ് നീലാഞ്ജനച്ചാന്തിൻ ചേലടി വേണിതൻ തലയിലിട്ടിട്ടുള്ള ശുഭ്രാംബരം കാന്തിപ്പെട്ട നിതംബമണ്ഡല മണൽത്തിട്ടിങ്കലൂടെ മനഃശാന്തി പാൽപ്പുഴ പോലെ മന്ദമൊഴുകി ചുംബിച്ചു കാൽപ്പൂവിനെ. അത് കാണിച്ചു തന്ന കവി പെട്ടെന്ന് ഒരു കുടുംബാന്തരീക്ഷം അനായാസം വരച്ചു വയ്ക്കുകയായി. പോയാലും പൊടിയിൽ കളിപ്പതിനു തൻ നിന്നമ്മ തന്മേനിയിൽ ചായാനും അറിയാനും ഇത്തിരി കഴിഞ്ഞിട്ടാം ഇളം പൈതലെ നീയാകും നിധിയെ കൊടുത്ത പരമോദാരൻ്റെ പാതാരുണഛായാചാതുരി നേർക്ക് കണ്ട് ഒരു ലയം പൂണ്ടിട്ടിരിപ്പാണിവൾ. ഖണ്ഡകാവ്യങ്ങളെല്ലാം തന്നെ കുടുംബകഥകൾ കൂടിയാണ്. ബന്ധനസ്നായ അനിരുദ്ധൻ, ഗണപതി, അച്ഛനും മകളും, ശിഷ്യനും മകനും, കൊച്ചു സീത എല്ലാം കുടുംബകഥകൾ കൂടിയാണ്. വള്ളത്തോൾ കവിതയിലെ കുടുംബം ഒരു ദീർഘപ്രബന്ധത്തിനുള്ള പ്രമേയമാണ് എന്ന് മാത്രം സൂചിപ്പിക്കട്ടെ. വള്ളത്തോൾ കവിത നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ഊർജം ഉൾക്കൊള്ളുകയും അതിന് ഊർജം പകർന്നു നൽകുകയും ചെയ്തു. ഗാന്ധിജി, ദാദാഭായ് നവറോജി തുടങ്ങിയ ദേശീയ നേതാക്കളെപ്പറ്റിയും ഖദറിൻ്റെ മാഹാത്മ്യത്തെപ്പറ്റിയും വള്ളത്തോൾ കവിതകൾ എഴുതി. ജാതി വിവേചനത്തോടുള്ള എതിർപ്പ്, സാമ്പത്തിക അനീതികൾക്ക് നേരെയുള്ള വെറുപ്പ്, സ്വന്തം ഭാഷയെക്കുറിച്ചുള്ള മതിപ്പ്, അങ്ങനെ പല മുഖങ്ങളുണ്ട് വള്ളത്തോൾ കവിതയിലെ സ്വാതന്ത്ര്യബോധത്തിന്. നമ്മുടെ പൂർവ്വകാല മഹിമകൾ എല്ലാം നഷ്ടപ്പെട്ടത് പാരതന്ത്ര്യം മൂലമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആ പൂർവ്വകാല മഹിമയെ അതിൻ്റെ ഇഴുകിപ്പിടിച്ച മാലിന്യങ്ങൾ കഴുകി മാറ്റി ശക്തി സ്രോതസ്സാക്കി മാറ്റുമ്പോഴാണ് അത് സമരായുധവും സമാധാനത്തിൻ്റെ ശക്തിയുമായി മാറിത്തീരുക എന്ന് അദ്ദേഹം വിശ്വസിച്ചു. വളരെ സ്വാഭാവികമായി ഭാരതീയരുടെ പൈതൃകത്തിൻ്റെ ശ്രേഷ്ഠ പൈതൃകത്തിൻ്റെ വൈതാളികനായി മാറുന്നുണ്ട് വള്ളത്തോൾ. പലപ്പോഴും വളരെ വാച്യമായി തന്നെ നാടിൻ്റെ പഴയ മാഹാത്മ്യത്തെ അദ്ദേഹം ആവേശപൂർവ്വം വാഴ്ത്തി. സന്ദർഭം ഉണ്ടാക്കിപ്പോലും ഈ അവദാന പ്രകീർത്തനം അദ്ദേഹം നടത്തുകയുണ്ടായി. ദക്ഷിണാഫ്രിക്കയിലെ ജീവിതത്തിന് ശേഷം മഹാത്മജി ഇന്ത്യയിലെത്തി സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന് സ്വാതന്ത്ര്യം എന്ന പദം കൊണ്ട് നിങ്ങൾ എന്തർത്ഥമാക്കുന്നു എന്നാണ്. ആരുടെ സ്വാതന്ത്ര്യം? ഭരണാധികാരം കിട്ടുക എന്ന അർത്ഥമാണോ അതിന്? അതോ കയറിക്കിടക്കാൻ ഒരു കൂരയില്ലാത്ത, മാറിയൊടുക്കാൻ ഒരു മുണ്ടില്ലാത്ത, വയറ് നിറയെ ആഹാരം എന്നത് ഒരു മഹാസ്വപ്നമായി കാണുന്ന കോടിക്കണക്കിന് ദരിദ്രനാരായണന്മാരുടെ സ്വാതന്ത്ര്യമാണോ? രണ്ടാമത്തേതാണെങ്കിൽ അവരുടെ ഭാഷയിൽ സംസാരിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. തമിഴകത്ത് സുബ്രഹ്മണ്യ ഭാരതിയും ബംഗാളിൽ ടാഗോറും വിന്ധ്യ ഹിമാലയങ്ങൾക്കിടയിൽ പ്രേംചന്ദും മഹാരാഷ്ട്രയിൽ മാമാ വരേക്കറും പഞ്ചാബിൽ അമൃതാപ്രീതവും ചെയ്തതുപോലെ മലയാളക്കരയിൽ ആ ദൗത്യം ഏറ്റെടുത്ത് മഹാകവി വള്ളത്തോളാണ്. മാതൃവാക്കൊന്നാകേണം നമുക്ക് സാക്ഷാൽ വേദം, മാതൃശുശ്രൂഷ യത്നമാകേണം മഹായജ്ഞം എന്ന് അദ്ദേഹം മലയാളിയെ ഉത്ബോധിപ്പിച്ചു. സന്നികൃഷ്ടാബ്ധിയുടെ ഗംഭീര ശൈലിയും സഖ്യഗിരിതൻ അടിയുറപ്പും ചേർന്ന ഈ നാട്ടുമൊഴിയിൽ ഗംഗയുടെ വിശുദ്ധിയും ചന്ദന ഏല ലവങ്കാദികളുടെ ഹൃദ്യഗന്ധവും അദ്ദേഹം അറിഞ്ഞു. ഏത് കാവ്യവും ഏത് ശാസ്ത്രവും ഏത് വേദവും ഒരാൾക്ക് ഹൃദയത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷയിലൂടെ കേൾക്കണം എന്ന് അദ്ദേഹം മനസ്സിലാക്കി. മലയാണ്മയിലൂടെ കിട്ടുന്ന അറിവാണ് മനസ്സാകുന്ന പൂവിലെ തേൻ. ഇതര ഭാഷകളിലൂടെ കിട്ടുന്ന അറിവ് ഇതളിലെ മഞ്ഞുതുള്ളികൾ മാത്രം. ആദിമ കാവ്യവും പഞ്ചമ വേദവും നീതിപ്പൊരുളും ഉപനിഷത്തും പാടിസ്വകീയരെ കേൾപ്പിച്ച കൈരളി പാഠവഹീന എന്നാർ പറയും എന്ന് മാത്രമല്ല അസന്നിഗ്ധമായി അദ്ദേഹം പറഞ്ഞു. എപ്പോൾ വരയ്ക്ക് ഇല്ലേവർ തൻ ഭാഷയ്ക്കു കെൽപ്പും പരപ്പും നടപ്പും ഒന്നും അപ്പോൾ വരേക്കും അവരാവതില്ലാത്തവർ അപ്രഫുല്ലാശയർ അസ്തപ്രജ്ഞർ. ഇതര ഭാഷകളിൽ പാണ്ഡിത്യം നേടിയവരോട് അതിലെ അറിവുകൾ സ്വഭാഷയ്ക്ക് കാണിക്കയായി അർപ്പിക്കാനുള്ള ആഹ്വാനവും കവി നടത്തുന്നുണ്ട്. മാതൃഭാഷയ്ക്ക് ദാസ്യം നടത്തായെങ്കിൽ ആധിപത്യത്തിന് അനർഹർ നിങ്ങൾ. എൻ്റെ ഭാഷ എന്ന ഈ അതിപ്രശസ്ത കവിതയിലെ ആശയങ്ങളുടെ സ്ഫുരണം സാന്ദർഭികമായി പല കവിതകളിലും
ആവർത്തിക്കുന്നത് കാണാം. ഭക്തിയും വിഭക്തിയിലും അതിൻ്റെ സ്ഫുരണമുണ്ട് എന്നുള്ളതൊരു ഉദാഹരണം. പാരമ്പര്യത്തെക്കുറിച്ച് ഊറ്റം കൊള്ളൽ പലപ്പോഴും സ്വാതന്ത്ര്യബോധത്തെ ഊതിത്തിളക്കുന്ന ഘടകമാണ്. വള്ളത്തോൾ കവിതയിൽ അങ്ങനെ തന്നെ കാണാം. അക്ഷരം പഠിക്കുന്ന ശൂദ്രനെ ആട്ടിയകറ്റണം എന്ന ഭോഷ്കിന് ക്രിയാത്മകമായി നേരിടുകയാണല്ലോ വാൽമീകി രാമായണ വിവർത്തനത്തിലൂടെ ഈ അബ്രാഹ്മണൻ സാധിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് ബാധിന്യം ബാധിച്ചത് എന്ന് അക്കാലത്ത് ചിലർ പറഞ്ഞിരുന്നു. ആത്മനിഷ്ഠമായ ഒരു കവിതയെ വള്ളത്തോൾ എഴുതിയിട്ടുള്ളൂ, ബധിരവിലാപം. മറ്റു ചില പുരാണ ഗ്രന്ഥങ്ങൾ കൂടി തർജ്ജമ ചെയ്തപ്പോൾ വള്ളത്തോൾ ഋഗ്വേദ ഭാഷയിലും തർജ്ജമ നിർവഹിച്ചുകൊണ്ടാണ് നാമജപ ഭക്തന്മാരായ കൂപമണ്ഡൂപങ്ങളെ നേരിട്ടത്. വല്ലായ്മ ദേവകൾ വരുത്തുവതും സഹിപ്പൊന്നല്ലായിരുന്നു ഭാരതപൂർവ്വ രക്തം എന്ന് അദ്ദേഹം എഴുതി. തോണിയാത്ര എന്ന പ്രസിദ്ധമായ കവിത യഥാർത്ഥ ഭാരതീയ സംസ്കാരത്തിൽ കയറിക്കൂടിയ ഇത്തിക്കണ്ണികളായ ആചാരങ്ങളെ തുറന്നു കാട്ടുന്നുണ്ട്. ബ്രഹ്മർഷിമാർ മുഖ്യനെ മുക്കുവത്തിവറ്റൊരു പുണ്യക്ഷിതി തൻ്റെ മണ്ണിൽ അഹോ മനുഷ്യന് മനുഷ്യനോട് സാമീപ്യ സമ്പർക്കം അധർമ്മമായി എന്നും സ്വതന്ത്രർ അസ്മർ കുലപൂർവർ ആർത്തത്രാണത്തിനായി ശസ്ത്രമെടുത്തു കയ്യിൽ പാഴുറ്റ കയ്യാൽ പരതന്ത്ര നാമോ പാവങ്ങൾ തൻ മൂർധനി കല്ലിടുന്നു എന്നും അദ്ദേഹം എഴുതി. കൊച്ചുസീത എന്ന ഖണ്ഡകാവ്യത്തിൽ വേശ്യാകുലത്തിൽ പിറന്ന പെൺകുട്ടി സീതയെ ആദർശമായി കണ്ടപ്പോൾ കവി എഴുതിയതാണ് അമ്പോ മഹിമാവിദർഷഭൂവേ തവ വൻപോർക്കളത്തിലും നിഷ്കാമകാഹളം വേടക്കുടിയിലും ബ്രാഹ്മണ്യ സമ്പത്തി വേഷത്തെരുവിലും ചാരിത്ര സൗലഭം. ശുദ്ധരിൽ ശുദ്ധൻ എന്ന കവിതയിൽ പുര കത്തി വെണ്ണീറായാലും അധകൃതൻ കിണറ് തൊട്ട് അശുദ്ധമാക്കുമോ എന്ന് ഭയക്കുന്ന സവർണ പ്രഭുവാണ് കഥാപാത്രം. സാമാന്യമായി പറഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലമാണ് വള്ളത്തോൾ കവിതയിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആവേശം അലയടിക്കുന്നത്. ദേശീയ നേതാക്കളെപ്പറ്റി തന്നെ പല കവിതകൾ അദ്ദേഹം എഴുതി. ദാദാഭായ് നവറോജിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് അദ്ദേഹം എഴുതിയ കവിത ഈ വിഭാഗത്തിൽപ്പെടുന്നു. ഒരു വീരപത്നി മാതൃഭൂമിയോട് വന്ദിപ്പിൻ മാതാവിനെ ഇത്യാദി പല കവിതകളും ദേശസ്നേഹത്തെ ജ്വലിപ്പിക്കുന്നവയാണ്. അത്യാഹിതം എന്ന കവിത ബാലഗംഗാധര തിലകൻ്റെ ചരമത്തെ തുടർന്ന് എഴുതിയതാണ്. പാരവശ്യം എന്ന കവിതയുടെ പ്രേരകമായി ഭവിച്ച് സ്വാമി ശ്രദ്ധാനന്ദൻ കൊല ചെയ്യപ്പെട്ട സംഭവമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇടറാത്ത വിശ്വാസമായിരുന്നു വള്ളത്തോളിന്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ കവി എഴുതിയതാണല്ലോ ബാപ്പുജി എന്ന നീണ്ട കവിത. വാസ്തവത്തിൽ അക്കാലമായപ്പോഴേക്കും മഹാകവിയുടെ സർഗശക്തി കുറച്ചൊക്കെ ക്ഷീണിച്ചിരുന്നു. 1922 എൻ്റെ ഗുരുനാഥൻ എഴുതുമ്പോഴാകട്ടെ ആ സർഗവൈഭവം അതിൻ്റെ ഔന്നത്യത്തിലുമായിരുന്നു. ബാപ്പുജിയും എൻ്റെ ഗുരുനാഥനും താരതമ്യപ്പെടുത്തുമ്പോൾ ഈ സത്യം നമുക്ക് ബോധ്യമാകും. എൻ്റെ ഗുരുനാഥൻ ഗാന്ധിയെ ലോക ഗുരുനാഥനായിട്ടാണ് കാണുന്നത്. ഭാരതത്തെ പോലെ പവിത്രമായൊരു നാട്ടിലെ ഇങ്ങനെ ഋഷിതുല്യനായ ഒരാളെ ലഭിക്കൂ എന്നാണ് മഹാകവി സാവേശം വിളംബരം ചെയ്തത്. പ്രാക്തന കാലത്തെ ഋഷിയോട് ഗാന്ധിയെ താരതമ്യപ്പെടുത്തുമ്പോൾ ഭാരതീയ പൈതൃകത്തെ പ്രകീർത്തിക്കുക കൂടിയാണ് മഹാകവി ചെയ്യുന്നത്. ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ എന്ന കാവ്യാരംഭം തന്നെ വസുധൈവ കുടുംബകം എന്ന ഋഷിവചനത്തിൻ്റെ ആവർത്തനമാണല്ലോ. ഏതു സാഹചര്യത്തിലും ഋഷി നിസ്സംഗനാണ്. ഗാന്ധിയെ ആ ഋഷി പരമ്പരയിൽപ്പെട്ടവനായാണ് വള്ളത്തോൾ കാണുന്നത്. അഹിംസ മടിച്ചട്ട ഏതുടവാളിൻ്റെ വായ്ത്തലയും മടക്കും എന്ന പ്രഖ്യാപനമാവട്ടെ സത്യഗ്രഹ സമരത്തിൻ്റെ മാർഗത്തെയും ലക്ഷ്യത്തെയും ഉൾക്കൊള്ളുന്നു. പ്രണയത്താലേ ലോകം വെല്ലുമീ യോദ്ധാവിനോ പ്രണവം ധനുസ് ആത്മാവ് ആശുകം ബ്രഹ്മം ലക്ഷ്യം ഓങ്കാരത്തെയും ക്രമാൽ അലിയിച്ചലിയിച്ച് താൻ കൈക്കൊള്ളുന്നു സൂക്ഷ്മമാംശം തുലോം സൂക്ഷ്മമാംശം മാത്രം. ക്രിസ്തുദേവൻ്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധദേവൻ്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവൻ്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്ന് ഒത്തുകാണണമെങ്കിൽ മഹാത്മജിയുടെ സന്നിധിയിലെത്താനാണ് കവി പറയുന്നത്. ഭാരതീയ പൈതൃകത്തിൻ്റെ നന്മയിൽ
മറ്റ് രണ്ട് മഹാമതങ്ങൾ അലിഞ്ഞു ചേരുന്ന ലോക സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് ആയാണ് വള്ളത്തോൾ ഗാന്ധിയെ കണ്ടത്. എന്നിട്ടോ ഗംഗയാറൊഴുകുന്ന നാട്ടിൽ മാത്രമേ ഈ മട്ടിൽ മംഗളം വാക്കുന്ന കൽപ്പവൃക്ഷമുണ്ടാവൂ. ഹിമവിന്ധ്യാചല മധ്യദേശത്തു മാത്രമേ ഇപ്രകാരം ശമം ശീലിച്ച സിംഹത്തെ കാണാനാവൂ. ഗീതയ്ക്ക് മാതാവായ ഭൂമിയെ ഇത്തരം ഒരു കർമ്മയോഗിക്ക് ജന്മം നൽകൂ എന്ന് അദ്ദേഹം പറയുന്നു. ജനനിയും ജന്മഭൂമിയും സ്വർഗത്തെക്കാൾ ഉയർന്നതാണ് എന്ന് തന്നെയാണ് അർത്ഥം. ആ മട്ടിലുള്ള ഒരു കർമ്മയോഗിയുടെ അനുയായികൾ എങ്ങനെയാണ് അടിമത്തം സഹിക്കുക? ബന്ധുരെ കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന കാര്യം അവരറിഞ്ഞതാണല്ലോ. അവർക്കിടയിൽ അസ്വാരസ്യങ്ങളോ വഴക്കുകളോ ഉണ്ടാവാം. ജാതി മതിരാന്ധർ തമ്മിൽ വഴക്കിടുന്ന നാടിന് എന്തു സ്വാതന്ത്ര്യം എന്ന ചോദ്യം വള്ളത്തോളിൽ ഉദിക്കുന്നതേയില്ല. സോദരന്മാർ തമ്മിലുള്ള പോര് ഒരു പോരല്ല, സൗഹൃദത്തിൻ്റെ കലങ്ങിമറിയലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. 1922-23 കാലം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധയർഹിക്കുന്നു. നിസ്സഹകരണ പ്രസ്ഥാനം ശക്തി പ്രാപിച്ച ഘട്ടത്തിലാണ് ചൗരി ചൗര സംഭവം നടന്നത്. തുടർന്ന് ഗാന്ധി സമരം പൊടുന്നനെ പിൻവലിച്ചു. ഗാന്ധിയുടെ നിരവധി അനുയായികൾ പോലും ഇതിനോട് വിയോജിച്ചു. സ്വരാജ് പാർട്ടി തന്നെ വിമതർ രൂപീകരിക്കുകയുണ്ടായി. അന്നാണ് ഗാന്ധിയുടെ നിലപാടിന് പരിപൂർണ പിന്തുണ നൽകിക്കൊണ്ട് നിങ്ങൾ എൻപോക്ക് വിപരീതമാകല എന്ന കവിത മഹാകവി എഴുതിയത്. അഹിംസാമന്ത്രം വെടിയുന്നവർ എത്തുക മാൻതോൽ പുതച്ച ചെന്നായ്ക്കളും മാന്തളിർ മൂടിയ മുള്ളു നിറച്ച കുഴികളും വിഷക്കനികളും ചേർന്ന വഴിയിലാണ്. അതല്ല ശരിയായ മാർഗം. പാശി കളിക്കുന്ന പുരയിൽ ചെന്നാൽ പാന്തർ അഗതികളായി പോവുകയുള്ളൂ. ഹിംസാ വിഷപ്പല്ല് ഇളക്കി പറിക്കുന്ന നമ്മുടെ ഗുരുക്കന്മാർ ലോകസ്വഭാവം കണ്ടറിയാൻ വിസ്മയനീയമായ ദൃക്പാഠവും ഉള്ളവരാണ്. അവരുടെ പിന്നിൽ ഉറച്ചു നിൽക്കുക എന്നാണ് മഹാകവി ആഹ്വാനം ചെയ്യുന്നത്. ഭാരത മഹാജനസഭ ഭിന്ന അഭിപ്രായക്കാരുടെ സ്വാർത്ഥ താല്പര്യങ്ങളാൽ ഉടയുന്നത് കണ്ടിട്ടാവും ഉണ്ടായ ദുഃഖവും അതിൽ നിന്ന് പിന്തിരിയാനുള്ള ആഹ്വാനവുമാണ് വൈശസം പോരും പോരും എന്ന കവിത. മതവിദ്വേഷം ശ്രദ്ധാനന്ദൻ്റെ വധത്തിൽ എത്തിയപ്പോൾ കവി ചോദിക്കുന്നുണ്ട്, ഇരവ് തന്നെയോ മദീയ രാജ്യത്തിനൊരു പുലർകാലം ഇവിടെയില്ലെന്നു. ഭാരതത്തിൽ പിറക്കാൻ സാധിച്ചത് അഭിമാനകരമാണ് എന്ന് വിശ്വസിക്കുന്ന മഹാകവിക്ക് ജന്മമുണ്ടിനീ മേലിലുമെങ്കിൽ ഞാൻ നിന്മടിത്തട്ടിൽ തന്നെ പിറക്കാവൂ എന്ന് ഒരു കഥാപാത്രത്തെ കൊണ്ട് പറയിക്കേണ്ടി വന്നു. ഭാരതമാണ് എൻ്റെ ജന്മഭൂവ്, ആ ശമധീരന്മാർ ഋഷിശ്രേഷ്ഠരൻ പ്രപിതാമഹർ എന്നും ഭാരതത്തിലെ പൂർവരാം ഋഷീന്ദ്രന്മാർ പാരിനുള്ള അടിത്തട്ട് വാർത്തു കണ്ടറിഞ്ഞവർ എന്നും അദ്ദേഹം എഴുതി. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാവണം അന്തരംഗം എന്നും കേരളമെന്ന് കേട്ടാൽ ചോര ഞരമ്പുകളിൽ തുടിക്കണം എന്നും ഉള്ള പ്രശസ്ത വരികൾ അത്ര പ്രശസ്തമല്ലാത്ത കേരളീയം എന്നൊരു കവിതയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ദാരിദ്ര്യത്തോടും അജ്ഞതയോടുമുള്ള സന്ധിയില്ലാത്ത സമരം, സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചുള്ള സങ്കല്പം, ഇവയും മഹാകവിയുടെ സ്വാതന്ത്ര്യബോധത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതായത് വള്ളത്തോളിന് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒരു ഉയർന്ന സംസ്കാരത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. സാമ്പത്തികമായി താഴെത്തട്ടിൽ പെട്ടുപോയവരോട് ഉള്ള സഹതാപം, അതിന് കാരണം അടിമത്തം തന്നെ പലതും വള്ളത്തോൾ കവിതയിൽ കാണാം. തിരൂർ പൊന്നാനിപ്പുഴ എന്ന കവിതയിൽ തീരദേശവാസികളുടെ കഷ്ടത നിറഞ്ഞ ജീവിതത്തിലേക്ക് മഹാകവി നോക്കുന്നു. സാധുക്കളിക്കൂട്ട വിശപ്പടക്കാൻ നട്ടെല്ല് കൊട്ടുംപടി വേല ചെയ്യൂ, അതിൻ മഹത്താം ഫലമോ പണക്കാർക്ക്, അഹോ നരന്തൻ സമസൃഷ്ട മൈത്രി. ഒരിക്കൽ അദ്ദേഹം എഴുതി, ധനാഢ്യരെ ധർമ്മവഴിക്കു നിങ്ങൾ കാണിക്ക വയ്ക്കും നറുമുത്തിനേക്കാൾ കൂലിപ്പണിക്കാരിവർ തൻ വിയർപ്പ് നീർത്തുള്ളിയാണ് ഈശ്വരനേറെ ഇഷ്ടം. കൃഷിക്കാരുടെ പാട്ടിലും സമാനമായ ആശയങ്ങൾ കാണാം. മറ്റുള്ളവരുടെ കഷ്ടപ്പാടിൽ ജീവിതം മോടി പിടിപ്പിക്കുക, മറ്റുള്ളവരുടെ അധ്വാനം കൊണ്ട് സ്വജീവിതം മോടി പിടിപ്പിക്കുക, മറ്റുള്ളവരുടെ ശവത്തിൽ ചവിട്ടി സ്വന്തം സുഖസ്വർഗത്തിലേക്ക് കയറുക, ഇതൊക്കെ അഹിംസയുടെ ഈറ്റില്ലമായ ഈ നാടിന് അന്യമാണ്. മാപ്പെന്ന കവിത ഇല്ലാത്തവനോടുള്ള സഹാനുഭൂതിയുടെ വിളംബരമാണ്. ഒരു തീവണ്ടി ആപ്പീസിൽ കിടന്ന് ചാവുന്ന ഒരു അനാഥനെ ചുഴന്നാണ് അവിടെ ചിന്തകൾ. ഞരമ്പും എലിമ്പും ചേർത്ത്
തോലുകൊണ്ട് മൂടിയിട്ടാൽ മനുഷ്യനാകുമെങ്കിൽ ഇതാ ഒരു മുണ്ട് മാത്രം അരയിൽ ചുറ്റി ഒരു മനുഷ്യൻ ചാകാൻ തുടങ്ങുന്നു. ഉണ്ടായിരിക്കാം തനതച്ഛനമ്മ കുഞ്ഞുങ്ങൾ ചേരും കുടിലൊന്നിവനും അഭാഗ്യവത്താകും അതിനടുത്തുണ്ടാനായി വരാം വീണ് കിടക്കും ഇയാൾ. മേലാൾക്ക് മുമ്പട്ട് കിടക്ക തയ്ച്ചു കൂട്ടുന്നതിന് ആരുടെ കൈ കഴച്ചു. ഏതോ മരത്തിൻ പൊളിയാണ് അയാൾക്ക് കിടത്തതാഹന്ത കിടന്നു ചാകാൻ. അനാഥനായ ആ ദരിദ്ര തൊഴിലാളിയെ നോക്കി ചിലർ ചിരിച്ചു. ചിലർക്കൊരു വികാരവും ഉണ്ടായില്ല. നോക്കിച്ചിരിച്ചു ചില ദേവകൽപ്പർ. ചാവാൻ തുടങ്ങിയിടുകയാണ് പാവം. ചിലർ കുതിച്ചില്ല വികാരമൊന്നും, മരിക്ക സാധാരണ വലിയ മട്ടിൽ. പക്ഷേ കവി ഇതുകൂടി പറയുന്നു, മരിക്ക സാധാരണം. ഈ വിശപ്പിൽ ദഹിക്കലോ നമ്മുടെ നാട്ടിൽ മാത്രം. ഐക്യക്ഷയത്താൽ അടിമശവങ്ങൾ അടിഞ്ഞുകൂടും ചുടുകാട്ടിൽ മാത്രം. കേരളത്തിൻ്റെ ക്ലാസിക് കലയായ കഥകളിയുടെ സമുദ്ധാരകൻ എന്ന നിലയിൽ വള്ളത്തോളിനെ വാഴ്ത്താറുണ്ട്. നന്ന കുട്ടിയായിരിക്കുമ്പോൾ തന്നെ സ്വതം പിതാവിനൊപ്പം നിരവധി കഥകളികൾ കണ്ട് അതിൻ്റെ ഗ്രാഹ്യം നേടിയ കവി കേരള കലാമണ്ഡല സ്ഥാപനത്തിലൂടെ ആ കലയെ അതർഹിക്കുന്ന ഔന്നത്യത്തിൽ എത്തിച്ചു. എന്നാൽ മഹാകവി എഴുതിയ ഔഷധാഹരണം എന്ന ആട്ടക്കഥ വള്ളത്തോൾ സാഹിത്യത്തെപ്പറ്റി പരാമർശിക്കുമ്പോൾ ഏറെക്കുറെ വിസ്മൃതമാവുകയാണ് ചെയ്യുന്നത്. ആരെങ്കിലും ഒരുപാട് പ്രാവശ്യമൊന്നും അത് അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. രാമായണം യുദ്ധകാണ്ഡത്തോട് ബന്ധപ്പെട്ടതാണ് ഇതിവൃത്തം. യുദ്ധത്തിനിടയിൽ ബ്രഹ്മാസ്ത്രമേറ്റ് നിരവധി വാനരന്മാർ മരിക്കുകയും രാമലക്ഷ്മണന്മാർ ബോധരഹിതരാവുകയും ചെയ്തു. വിഭീഷണനും ഹനുമാനും ബ്രഹ്മാസ്ത്രത്താൽ അപകടം പറ്റാതിരുന്ന ജാംബവാനെ കണ്ടെത്തി. ജാംബവാൻ്റെ നിർദ്ദേശമനുസരിച്ച് ഹനുമാൻ ഹിമാലയത്തിലെത്തി ദിവ്യ ഔഷധങ്ങൾ കൊണ്ടുവന്ന് വാനരപ്പടയെയും രാമലക്ഷ്മണന്മാരെയും ഉണർത്തി യുദ്ധസന്നദ്ധരാക്കും. ഈ ഇതിവൃത്തമാണ് ആട്ടക്കഥയിൽ. രാമലക്ഷ്മണന്മാരെ അന്വേഷിക്കാതെ ജാംബവാൻ ഹനുമാനെ അന്വേഷിച്ചത് എന്തുകൊണ്ട് എന്ന് വിഭീഷണൻ ചോദിക്കുന്നുണ്ട്. ചത്ത രാക്ഷസന്മാരെ രാവണൻ അപ്പോൾ കടലിൽ എറിയുകയുണ്ട കാരണം ഔഷധ ഗുണം രാക്ഷസർക്ക് കിട്ടാതിരുന്നത് എന്നിവിടങ്ങളിലെല്ലാം വാൽമീകി രാമായണവും അധ്യാത്മരാമായണവുമാണ് വള്ളത്തോൾ പിന്തുടരുന്നത്. കൂടുതൽ അവലംബിച്ചത് അധ്യാത്മരാമായണത്തെയാണ്. രസകരമായി തോന്നിയൊരു കാര്യം, പുരാണിക എൻസൈക്ലോപീഡിയയിൽ കാലനേമി, ഹനുമാൻ എന്നീ ശീർഷകങ്ങൾക്ക് കീഴിൽ കാലനേമിയെ ഹനുമാൻ വധിച്ച കഥ വിട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ്. ഔഷധാഹരണത്തിൽ രാവണന് മനോധർമ്മം ആടാൻ വേണ്ടി മഹാകവി രചിച്ച ശ്ലോകങ്ങളാണ് സാഹിത്യമഞ്ജരിയിലെ രാവണൻ്റെ അന്തഃപുരഗമനം എന്ന പ്രസിദ്ധമായ കവിത. മറ്റേതെങ്കിലും ആട്ടക്കഥയിലും രാവണന് ആടാവുന്ന ചില ശ്ലോകങ്ങൾ രാവണൻ്റെ അന്തഃപുരഗമനത്തിലുണ്ട്. വീണക്കമ്പി മുറുക്കിടുന്നു മൃതകൈത്താരാലൊരാരോമലൾ, ചാണക്കല്ലിലൊരുത്തി ചന്ദനമരയ്ക്കുന്നു ചലശ്രോണിയായി, ശോണശ്രീ ചഷകത്തിൽ നന്മധു നിറയ്ക്കുന്നു ശരിക്ക് അന്യാമേണ പെൺമിഴിയാൾ, സർവതോ മധുരമീ മണ്ടോദരീ മന്ദിരം എന്നും, ഹന്തക്രീഡയിലി കരം കടമറിച്ചിട്ടൊരു വെള്ളാനകന്തത്താൽ മഖോപല കുമിളയും വെച്ച് കുമിളയും ചാർത്തി പ്രസാദാർത്ഥമായി, വിണ്ടച്ചൻ വിരചിച്ച പാതുകകളെ സ്വൈരം ത്രിലോകീ മലർ പെണ്ടയ്യത്ര തലോടും എന്നടികളിൽ ചേർക്കുന്നു ചെടീജനം. ഔഷധാഹരണത്തിൽ രാവണൻ ആടാൻ ഒരു ശൃംഗാര പദമുണ്ട്. അരങ്ങിൽ ആടിക്കൊഴിപ്പിക്കാവുന്ന പദം തന്നെയാണ്. നന്മലർ പട്ടുവിരിച്ച നിർമ്മലമീ മെത്ത മന്മഥ ജയലക്ഷ്മി തൻ മന്ദഹാസം താനോ, കന്നൽക്കാർ എതിർക്കുഴലി തൻ അങ്കാർപ്പണത്താൽ ധന്യമാക്കുവിതിനെ നീ എന്നെപ്പോലെ. മെത്തയുടെ വെണ്മയെ നിയോ ക്ലാസിക് പാരമ്പര്യത്തിൽ താരതമ്യപ്പെടുത്തേണ്ടത് അരയന്നത്തൂവലിനോടാണ്. എന്നാൽ ആട്ടകഥാസാഹിത്യവുമായി പരിചയമുള്ള ഒരാൾക്ക് അങ്ങനെ തോന്നാം. മന്മഥ ജയലക്ഷ്മിയുടെ മന്ദഹാസവുമായുള്ള താരതമ്യത്തിൽ വള്ളത്തോളിൻ്റെ കാൽപ്പനികതയുടെ സ്പർശമാണ് തിളങ്ങുന്നത്. ആ മെത്ത അങ്കാർപ്പണത്താൽ ധന്യമാക്കുക എന്ന അർത്ഥനയിലെ പദസംവിധാനത്തിലുമുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു വള്ളത്തോൾ ടച്ച്. ഞാൻ എൻ്റെ അങ്കാർപ്പണത്താൽ ഈ മെത്ത ധന്യമാക്കുന്ന പോലെ നീയും നിൻ്റെ അങ്കാർപ്പണത്താൽ ഈ മെത്ത ധന്യമാക്കുക എന്ന വ്യാഖ്യാനം. നിന്റെ അങ്കാർപ്പണത്താൽ നീ എന്നെ ആക്കുന്നത് പോലെ ഇതിനെയും ധന്യമാക്കുക എന്നും വേണമെങ്കിൽ അഭിനയിക്കാവുന്നതാണ്. പദത്തിനവസാനം എങ്കൽ അമൃത ചൊരിയും തങ്കക്കുടങ്ങൾ നിൻ
കൊങ്കകൾ എന്മാറിൽ ആശു തിങ്കൾ മുഖി ചേർക്ക എന്ന് കഥകളി ശൃംഗാരം സ്പഷ്ടമായി പ്രത്യക്ഷപ്പെടുന്നുമുണ്ട്. ശൃംഗാരപദത്തിൽ രാവണൻ്റെ ഭാഗം പിൽക്കാലത്ത് വള്ളത്തോൾ കവിതയിൽ വിടർന്നുല്ലസിച്ച കൽപ്പനകളുടെ അങ്കുരങ്ങളാൽ ദീപ്തമാണെങ്കിൽ, തുടർന്നു വന്ന മണ്ഡോദരിയുടെ പദം നടന് അറിഞ്ഞാടാൻ അവസരമൊരുക്കുന്നുണ്ട്. രാവണൻ്റെ വാക്കുകൾ പൂമധുവേക്കാൾ അഭിരാമം സുമധുരം. ഇത് മുഖസോമൻ ഉതിർത്ത നവമാല സുധയാണ് എന്നാണ് മണ്ഡോദരിയുടെ പക്ഷം. രാവണൻ്റെ മുഖേന്ദു ചീർത്ത ചിന്തയാം കാറിൽ ചാർത്തകന്ന് കാണുകയാൽ നേത്രചകോരം അതിമാത്രം സുഖപാത്രമായി എന്നാണ് പദം. രാവണൻ്റെ ആ കൽപ്പനയുടെ ഭംഗി ഒരിക്കൽ കൂടി ഞാൻ പറയാം. രാവണൻ്റെ മുഖേന്ദു ചീർത്ത ചിന്തയാം കാറിൻചാർത്ത് അകന്ന് കാണുകയാൽ നേത്രചകോരം അതിമാത്രം സുഖപാത്രമായി എന്നാണ് പദം. ഏകലോചനത്താൽ ദുഃഖത്തോടെയും അവരേണ ക്രോധത്തോടെയും നായികാമുഖദർശനം നടത്തുന്ന ചകോരത്തെപ്പറ്റി കേട്ടു രസിച്ച കഥകളി പാരമ്പര്യത്തിന് ഇതും രസിക്കും. കാലനേമി രാവണനോട് രാമമാഹാത്മ്യം വർണ്ണിക്കുന്നതും രാമനെ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുന്നതും കിളിപ്പാട്ടിൽ ദീർഘമായി പ്രതിപാദിക്കുന്നുണ്ട്. അതാണ് കിളിപ്പാട്ടിൻ്റെ രീതി. കഥകളിക്ക് ആ രീതി അനുചിതം എന്ന് വ്യക്തം. കാലനേമിയുടെ ഉപദേശവും ക്രുദ്ധനായ രാവണൻ്റെ ഭാവവും കഥകളി ഭാഗത്ത് ചുരുക്കി അവതരിപ്പിക്കുന്നതാണ് ഭംഗി. അവിടെ ശ്രദ്ധിക്കാനുള്ളത്, രാമനെ അവതരിപ്പിക്കാൻ മഹാകവി തിരഞ്ഞെടുത്ത വാക്കാണ് ബാലിനിഷൂദനൻ. രാമസങ്കീർത്തനത്തിനിടയിൽ എഴുത്തച്ഛൻ ഉപയോഗിക്കാത്തതാണ് ഈ വാക്ക്. രാമനോട് ബാലിയെ വധിച്ച രാമനോടാണ് കളി എന്ന് പറയുകയാണല്ലോ രാവണനെ ഭയപ്പെടുത്താനുള്ള നല്ല വഴി. കാലനേമി ഹനുമാനെ ചതിക്കാൻ ഋഷിവേഷധാരിയായി ഉണ്ടാക്കിയ ആശ്രമത്തിൻ്റെ വർണ്ണന ഹനുമാന് അരങ്ങ് തകർത്ത് ആടാൻ അവസരമൊരുക്കുന്നുണ്ട്. കല്യാണ സൗഗന്ധികത്തിലും ലവണാസുരവധത്തിലും ഹനുമാന് കിട്ടിയിട്ടില്ലാത്ത സൗഭാഗ്യം എന്ന് പോലും പറയാൻ തോന്നിപ്പോകുന്നു. മാമരവല്ലി ദളങ്ങൾ മരുത്തേറ്റുലയുമ്പോൾ തൂമലർ പോലെ മഞ്ഞുതുള്ളികൾ പൊഴിയുന്നു. ആകാശമാഹൂതി ധൂമവ്യാകുലമായി കണ്ടു. കേകികൾ പീലി പരത്തി കേളി പൂണ്ടാടിയിടുന്നു. കണ്ടു സിംഹത്തിൻ്റെ ദംഷ്ട്രയെ കരിബോധങ്ങൾ വിസത്തുണ്ടമാണെന്ന് കരുതി തുമ്പിയാൽ വലിക്കുന്നു. കണ്ണുകൾ കുറച്ചടച്ചു കിടക്കും ഹരിണത്തെ കണ്ടുയരം ചെയ്യുന്നു കടുവ തന്നകത്താലെ. നാഗമിത നകുലത്തിന് നക്കി ഉറക്കിയിടുന്നു. വള്ളത്തോൾ കവിതയോട് നേരിട്ട് ബന്ധമില്ലാത്തതും എന്നാൽ ഇവിടെ പ്രസക്തവുമായ ഒരു കാര്യം, ഔഷധാഹരണം കഥകളി ഞാൻ കണ്ടിട്ടില്ല. അതിനാൽ കാലനേമിയുടെ വേഷം എന്താണ് എന്ന് പറയാനാവില്ല. അയാളെ ചുവന്ന താടിയായിട്ടാണോ അവതരിപ്പിക്കുക? രാവണനെ ഉപദേശിച്ച് നേർവഴി നടത്താൻ അയാൾ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശുദ്ധ താമസപ്രകൃതിയുടെ ചമയം അയാൾക്ക് ചേരില്ല. അധ്യാത്മരാമായണത്തിലും ആട്ടക്കഥകളിലും അയാൾ തൻ്റെ വിധിയെ മാരീചൻ്റെ വിധിയോടാണ് താരതമ്യപ്പെടുത്തുന്നത്. പോരും ദാസനിൽ അരിശം പ്രഭുവിൻ പേരിൽ ഭക്തിഭരത്താൽ മാരീചൻ പോൽ ഉയിർവിടും തവ ഗീരിത അനുഷ്ഠിപ്പേൻ ഞാൻ എന്നാണ് ആട്ടക്കഥയിൽ. മാരീചനെ നെടുങ്കത്തിയായിട്ടാണ് അവതരിപ്പിക്കാറ്. എന്താണാവോ അതിൻ്റെ പിന്നിലെ യുക്തി? മാരീചൻ നരകാസുരനെ പോലെ കരുത്തനോ നൃശംസ്യനോ ആണോ? കഥകളിയിലെ ഒരു സവിശേഷത കൂടി ഔഷധാഹരണത്തിലുണ്ട്. ശരിയായൊരു പച്ചവേഷം ഔഷധാഹരണത്തിലില്ല. രാമലക്ഷ്മണന്മാർ പച്ചയാണെങ്കിലും അവർക്ക് കൃഷ്ണമുടിയാണ്. പച്ചവേഷമില്ലാത്ത ആട്ടക്കഥകൾ വളരെ വളരെ കുറവാണ്. പൂതനാമോക്ഷം, കുചേലവൃത്തം തുടങ്ങിയ ചിലത് മാത്രം. വള്ളത്തോൾ കവിതയുടെ സൗഭാഗ്യങ്ങളിൽ ഒന്നായ അലങ്കാര ചാരുത ഔഷധാഹരണത്തിലെ പദങ്ങളെ തിളക്കുന്നുണ്ട്. ചില ഉദാഹരണങ്ങൾ നോക്കുക. അതികായനെ വധിച്ച ശേഷം രാമൻ ലക്ഷ്മണനോട് പറയുന്നത് ഇപ്പോൾ രാക്ഷസ സൈന്യം ലൂനപക്ഷപക്ഷിയെ പോലെ ആയി എന്നാണ്. രാവണൻ ജടായുവിൻ്റെ ചിറകരിഞ്ഞതിലുള്ള പ്രതികാരം എന്ന സൂചന കൂടി ഈ ലൂനപക്ഷപക്ഷി പ്രയോഗത്തിലുണ്ടോ ആവോ? പിരയാന്വിതനായി തലകുനിച്ച ലക്ഷ്മണൻ്റെ പ്രസന്ന മുഖം കോമളത്തണ്ടൊടിഞ്ഞ താമരപ്പൂവാണ്. കൊച്ചുസീതയിലും ഒരു സന്ധ്യാപ്രമാണത്തിലും ഈ ഉപമ വീണ്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. രാമൻ്റെ കരുത്തുകൊണ്ടാണ് തനിക്ക് ബലം കിട്ടുക എന്ന് ലക്ഷ്മണൻ പറയുന്നത് ഇങ്ങനെ: അരുണനിഹ യാമിനിക്ക് അറുതിയാം സമയത്തിൽ ഇരുൾ നിറയെ മിക്കതും അകറ്റിവിടുന്നതോർത്താൽ അരുണൻ അവനെ വിരസ്തരണം ചെയ്യുകയാലല്ലി. വിമത ശിരസ്സുകൾ താൻ എയ്തിടും എന്ന് ഇന്ദ്രജിത്ത് പറയുന്നു.
കാറ്റേറ്റിച്ചിടകൾ കെട്ടിയ നിങ്ങളുടെ തലകൾ അടരിൽ വീഴും ചില പക്ഷിക്കൂടുകൾ വിടവികളിൽ തന്മേൽ തന്ന വിധം. 12 രംഗങ്ങളുള്ള ഈ ആട്ടക്കഥയിൽ ആകെയുള്ള 22 ശ്ലോകങ്ങളിൽ ആദ്യത്തെ 15 സംസ്കൃതത്തിലാണ്. അവസാന ശ്ലോകത്തിലെ കലിദിന സൂചന അനുസരിച്ച് രചനാകാലം കൊല്ലവർഷം 1089 കന്നി 13 തിങ്കൾ ആണ് 1914. വള്ളത്തോൾ കവിതയുടെ ഏറ്റവും തേജോമയമായ അംശങ്ങൾ ഉൾക്കൊള്ളുന്ന രചന എന്ന പദവിയൊന്നും ഔഷധാകരണത്തിന് അവകാശപ്പെടാനില്ല. നാടകീയത വള്ളത്തോൾ കവിതയുടെ മുഖമുദ്രകളിലൊന്നാണ് എന്ന് നാം പറഞ്ഞു. ആട്ടക്കഥ എഴുത്തും കഥകളി പ്രോത്സാഹനവും ഒക്കെ വള്ളത്തോൾ കവിതയെ മറ്റൊരു വിധത്തിലാണ് സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. വള്ളത്തോളിലെ സ്ത്രീ കഥാപാത്രങ്ങളിൽ മുഗ്ധകൾ ഇല്ല. കൊച്ചു സീതയിലെ ചെമ്പകവല്ലിയാണ് ഏക അപവാദം. എല്ലാ നായികമാരും പ്രൗഢകളാണ്. കഥകളിയിലുമില്ല മുഗ്ധ നായികമാർ. അവസാനമായി നിരൂപകൻ എന്ന നിലയിൽ വള്ളത്തോളിൻ്റെ സ്ഥാനം എന്തായിരുന്നു എന്ന് കൂടി ഒന്ന് നോക്കാം. ആത്മഭൂഷി പത്രാധിപർ എന്ന നിലയിൽ നിരൂപണത്തിന് അയച്ചു കിട്ടിയ കുറേ പുസ്തകങ്ങളെപ്പറ്റി അദ്ദേഹം അഭിപ്രായം എഴുതി. അവയിൽ പലതും അഗണ്യകോടിയിൽ തള്ളപ്പെടേണ്ട പുസ്തകങ്ങളായിപ്പോയി എന്നതാണ് വാസ്തവം. കൃഷ്ണഗാഥ, ലീല, കേരളപാണ്ഡിയം തുടങ്ങി വിരലിലുണ്ടാവുന്ന മഹൽ ഗ്രന്ഥങ്ങളെ പത്രാധിപർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പരിഗണനയിൽ വന്നുള്ളൂ. ഗ്രന്ഥവിഹാരം എന്ന പേരിൽ വള്ളത്തോളിൻ്റെ പുസ്തകാഭിപ്രായങ്ങൾ ഇന്ന് ലഭ്യമാണ്. കാവ്യരചനയുടെ മർമ്മങ്ങൾ അദ്ദേഹത്തിൻ്റെ ചില പ്രസംഗങ്ങളിലും കണ്ടെത്താം. വള്ളത്തോളിന് ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം ഉണ്ടായിരുന്നില്ല. അതിനാൽ സംസ്കൃതത്തിലെ കാവ്യമീമാംസയാണ് നിരൂപണത്തിന് അദ്ദേഹം അവലംബമാക്കിയത്. സംസ്കൃതത്തിലെ നിരൂപണ സമ്പ്രദായമാകട്ടെ കൃതിയിലെ അങ്കിരസത്തെപ്പറ്റി ചില സൂചനകൾ തരുമ്പോൾ പോലും കൃതിയെ മൊത്തമായി വിലയിരുത്തുന്നതിൽ ഉദാസീനതയാണ് പുലർത്താറ്. അവർക്ക് നിരൂപണം വ്യാഖ്യാനമായിരുന്നു. വ്യാഖ്യാനമാകട്ടെ പലപ്പോഴും കാവ്യാത്മാവിനെ സ്പർശിക്കുന്നതിന് പകരം വ്യാഖ്യാതാവിൻ്റെ പാണ്ഡിത്യത്തെ പ്രകടിപ്പിക്കുന്നതായി മാറുകയും ചെയ്തു. അത്തരം വ്യാഖ്യാനങ്ങൾ കവിതയുടെ മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ പുനർവായനയിൽ സഹൃദയന് സഹായമാകും എന്ന കാര്യം പ്രധാനം തന്നെയാണ്. കാവ്യം, കൃതി എന്തു പറഞ്ഞു എന്നതിനേക്കാൾ എങ്ങനെ പറഞ്ഞു എന്ന കാര്യത്തിലായിരുന്നു നിരൂപകൻ എന്ന നിലയിൽ വള്ളത്തോളിൻ്റെ ശ്രദ്ധ. കവിത കേട്ടുരസിക്കാനുള്ളതാണ് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ട് ഇമ്പമുള്ള വാക്കുകളുടെ ഉചിത വിന്യാസം ഉത്തമ കവിതയുടെ സ്വഭാവമാണ് എന്ന് അദ്ദേഹം കരുതി. പൊട്ട കവിത എഴുതുന്നത് പാവമാണ് എന്ന് പോലും മഹാകവി കരുതി. മധുരവിലാപത്തിൽ ഇങ്ങനെ നമുക്ക് വായിക്കാം: കവി യശസി ദുരാശ പൂണ്ടു പൊട്ടക്കവിത രചിച്ചു മഹാധനത്തിനീ ഞാൻ ചെവിരുച തടവിച്ച പാപമാവാം അഭിനയനമ്മ കർണരോഗഹേതു. വിലാസനതിക എന്ന കാവ്യത്തിൽ അദ്ദേഹം കവിതയെ മനസ്സിനിണങ്ങിയ കാമിനിയായിട്ടാണ് കാണുന്നത്. മറിച്ചും പറയാം, കാമിനിയെ മനസ്സിനിണങ്ങിയ കവിതയായി കണ്ടു എന്നും. അപ്പോൾ അദ്ദേഹം എഴുതിയത് കവിയുടെ കാവ്യസങ്കല്പം തന്നെയാണ്. സദ്വർണ്ണാഞ്ചിത സയ്യ ചേർന്ന് അഴകഴും ഭാവപ്രഭാവത്തോടും മൃദ്വംഗാനുഗുണ പ്രയുക്ത വിവിധാലങ്കാര സമ്പത്തോടും വിദ്വല്ലാളിത കാളിദാസ കവിതയ്ക്കൊപ്പം വിളങ്ങുന്ന നീ മദ്വക്ഷോമണി മാലികേ കിമവി കൈക്കൊള്ളുക പ്രസാദത്തെയും എന്നാണ്. ശയ്യാഗുണം, ഭാവസ്ഫൂർത്തി, വിവിധാലങ്കാരങ്ങൾ, പ്രാസം എന്നീ ഗുണങ്ങളുള്ള കവിതയെ മാത്രമേ വിദ്വാൻമാർ നെഞ്ചേറ്റു എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഒരു യഥാർത്ഥ കവിക്ക് കവിത എവിടെയും കണ്ടെത്താം. മാനം ചേർന്ന ഭടൻ്റെ മിന്നൽ ചിതറും കൈവാളിളക്കത്തിൽ, മാനം ചെമ്പിഴിതൻ മനോരമണൽ ചായുന്ന കൺകോണിൽ, സാനന്ദം കളിയാടിരുന്ന ശിശുവിൻ്റെ തൂവേർപ്പണി പൂങ്കവിൾ സ്ഥാനത്ത്. അവിടെ മാത്രമൊന്നുമല്ല, താറാവിൻ്റെ നടപ്പിലും തടിയനായ പോർക്കിൻ്റെ കിടപ്പിലും കവിത കണ്ടെത്താനാവും. അങ്ങനെ അപ്രതീക്ഷിതമായി കണ്ടെത്തുന്ന കാവ്യബീജം ചിപ്പിയിൽ കുടുങ്ങിയ മണൽത്തരി മുത്തായി മാറും പോലെ മനനത്തിന് ശേഷം കവിതയായി തീർന്നാൽ അത് പകർത്തി വായനക്കാരന് പകർന്നു കൊടുക്കേണ്ട അവസ്ഥ സംജാതമാകുന്നു. ഇതൊരു ഭഗീരഥ പ്രയത്നമാണ്. രചന എന്ന പ്രക്രിയ വള്ളത്തോളിൻ്റെ സമകാലീനനായ മറ്റൊരു മഹാകവി ഇന്നു ഭാഷയിൽ അപൂർണം ഇങ്ങഹോ വന്നു പോകുമ്പോഴേയും അർത്ഥശങ്കയാൽ എന്നു തേങ്ങിയത് ഈ പ്രക്രിയയ്ക്ക് മുന്നിലാണ്. കവിഹൃദയത്തിൽ നാമ്പെടുക്കുന്ന കവിതയുടെ പ്രക്ഷീണിതമായൊരു രൂപം മാത്രമേ വർണ്ണങ്ങളിലൂടെ ഏതു മഹാകവിക്കും അവതരിപ്പിക്കാനാവൂ.
അതിനെ ആസ്പദമാക്കി കവിഹൃദയത്തിലെ കവിതയെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണ് സഹൃദയൻ്റെ വായനയുടെ പൊരുൾ. സമാന ഹൃദയമുള്ളവൻ്റെ അധ്വാനം, സഹൃദയത്വം. അതിന് അയാളെ പ്രാപ്തനാക്കുന്ന മട്ടിൽ വേണം അവതരണം. പദശുദ്ധി, വൃത്തശുദ്ധി, പദവിന്യാസക്രമം, പലതരത്തിലുള്ള വക്രോക്തികൾ ഇവയൊക്കെ ആധാരമാക്കിയാണ് വള്ളത്തോൾ ഏത് രചനയെയും വിലയിരുത്തുക. ചിലപ്പോൾ ഗുണവശങ്ങളൊക്കെ വിസ്തരിച്ച ശേഷം കാലുഷ്യലേശം കൂടാതെ ദോഷങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് നിരൂപണത്തിൽ അദ്ദേഹത്തിൻ്റെ രീതി. പുഴുവിനെ പൂമ്പാറ്റയാക്കുന്ന വിദ്യ വള്ളത്തോളിന് അസലായിട്ട് അറിയാമായിരുന്നു. കുട്ടികൃഷ്ണമാരാർ തൻ്റെ ഒരു അനുഭവം ഉപന്യസിച്ചിട്ടുണ്ട്. അവൾക്കെഴും പൂവണി വേണി മാത്രം സ്മിതാന്തരയായെൻ്റെ മുഖത്ത് നോക്കി എന്ന് മാരാർ എഴുതി. വള്ളത്തോളത് തിരുത്തി. അവൾക്കെഴും താരണി വേണി മാത്രം എന്നേർക്കിളം പുഞ്ചിരിയിട്ടിരുന്നു. രണ്ടാമത്തെ വരിയിലെ സംസ്കൃതം അപ്പാടെ മലയാളമാക്കിയപ്പോൾ അത് മലയാള കവിതയായി. പൂവണി വേണി താരണി വേണിയാക്കിയതോ താര എന്ന ശബ്ദത്തിന് പൂവ് എന്നാണ് അർത്ഥം. അതേസമയം അത് താരകത്തെ, നക്ഷത്രത്തെ കൂടി ഓർമ്മിപ്പിക്കുന്നു. നക്ഷത്രം കറുത്ത ആകാശത്താണ്. അപ്പോൾ ആ ശബ്ദം എങ്ങനെയെല്ലാമോ മേഘം പോലുള്ള മുടി എന്നുകൂടി അഭിവിന്യപ്പിക്കും. ഇതാണ് ഉചിത പദവിന്യാസം ഉളവാക്കുന്ന ചാരുത. വള്ളത്തോളിനെ ശബ്ദസുന്ദരൻ എന്നാണ് വിളിക്കാറുള്ളത്. സ്തോഭജനകമായ ഉചിത പദവിന്യാസത്തിലെ ശ്രദ്ധയാണ് അതിന് കാരണം. പദങ്ങൾ കവിതയുടെ ഭാവതലത്തെ ബോധ്യപ്പെടുത്തണം എന്നായിരുന്നു നിരൂപകനായ മഹാകവിയുടെ പക്ഷം. ഇത്തരം സ്തോഭജനകത്വ ശേഷി, ശ്രവണചാരുത, ഔചിത്യം എല്ലാറ്റിനെയും ചേർത്താണ് വള്ളത്തോൾ പ്രകരണശുദ്ധി എന്ന് വിളിച്ചത്. പ്രകരണശുദ്ധി. സാമ്രാജ്ഞി എന്ന് പ്രയോഗിക്കുകയും അതിൻ്റെ വ്യാകരണ സാധുതയെപ്പറ്റി പുന്നശ്ശേരി നമ്പിയോട് അഭിപ്രായം ആരായുകയും അത് മാറ്റി തൽസ്ഥാനത്ത് ഭാരതാധീശ്വരി എന്നെഴുതുകയും ചെയ്ത കഥ പ്രസിദ്ധമാണല്ലോ. നാളെ കവിയിടുന്നു ഭാരതാധീശ്വരി. ആദ്യത്തെ പാഠം നാളെ കവിയിടുന്നു ഭാരത സമ്രാജ്ഞി എന്നായിരുന്നു. നാളാക്കി ഉസ്മാനോ മുഖ്യമന്ത്രി. അലങ്കാര കൽപ്പനകളിലെ ഗതാഗതികത്വം ഒഴിവാക്കണം എന്നായിരുന്നു വള്ളത്തോളിൻ്റെ നിലപാട്. വ്യാകരണ വിരുദ്ധ പ്രയോഗങ്ങൾ, ച്യുതസംസ്കാരാദി ദോഷങ്ങൾ, വാചാലത എന്നിവ കവിതയുടെ ഓജസ് കെടുത്തുമെന്നായിരുന്നു വള്ളത്തോളിൻ്റെ പക്ഷം. നിരൂപണം ചെയ്ത ഗ്രന്ഥങ്ങളിൽ താദൃശ ദോഷങ്ങൾ കണ്ടാൽ അവയുടെ ഒരു പട്ടിക നിരത്തി ഗ്രന്ഥകാരനെ ബോധ്യപ്പെടുത്തുക വള്ളത്തോളിൻ്റെ നിരൂപകൻ ധർമ്മമായി കണ്ടു. ആശാൻ്റെ ലീലാകാവ്യ നിരൂപണത്തിൽ പോലും ഇത് കാണാം. അങ്ങനെ വള്ളത്തോൾ എടുത്തു കാണിച്ച പദച്യുതികൾക്ക്, ന്യൂനതകൾക്ക് ആശാൻ മറുപടി പറയുകയുണ്ടായില്ല എന്ന് ഓർക്കണം. വിവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം പദാനുപദ വിവർത്തനമാണ് സ്വീകാര്യം എന്ന് മഹാകവി കരുതി. അദ്ദേഹം സംസ്കൃത കൃതികളെ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളൂ എന്നതുകൊണ്ട് പദാനുപദ വിവർത്തനത്തിൽ ചിലപ്പോൾ സംഭവിക്കാവുന്ന അഭംഗി ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. മാത്രമല്ല, പാവങ്ങൾ പരിഭാഷ അദ്ദേഹത്തിന് ഒരു പുതിയ ലോകം തുറന്നു കൊടുക്കുകയും ചെയ്തുവല്ലോ. അപരിചിതത്വം ഉളവാകുന്ന ആദ്യ പ്രയാസം ക്രമേണ മാറും. പുതിയ ശൈലികളും രീതികളും ഭാഷാഗദ്യത്തെ സമ്പന്നമാക്കും എന്ന് ഒരുപക്ഷെ മഹാകവി കരുതിയിട്ടുണ്ടാവാം. വിവർത്തനം, പ്രത്യേകിച്ച് കവിതയുടെ വിവർത്തനം ചെയ്യുമ്പോൾ വിശദീകരണത്തിലേക്ക് പോകരുത്. കവിതയാണ്, വ്യാഖ്യാനമല്ല പ്രധാന അവലംബം എന്ന് അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്. സുചിന്തിതമാണ് ആ അഭിപ്രായം. കാവ്യ ശിക്ഷകൻ്റെ പങ്കാണ് നിരൂപകൻ എന്ന നിലയിൽ വള്ളത്തോൾ നിർവഹിച്ചത്. വള്ളത്തോളിനെക്കുറിച്ചുള്ള ഈ ദീർഘ പ്രഭാഷണം മുണ്ടശ്ശേരിയുടെ ഒരഭിപ്രായം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുണ്ടശ്ശേരി എഴുതി, ഏത് ചപ്ര തലമുടിയിലും ഒരെണ്ണമിനിപ്പ്, ഏത് പാഴ്മുഖത്തും ഒരു ചെമ്പകപ്പൂവിൻ്റെ തുടുപ്പ്, ഏത് കൃഷാരോഹത്തിനും ഒരു ഒഡ്യാണ പുളപ്പ്, ഏത് നഗ്നപാദത്തിലും ഒരു ചിലമ്പൊലി. ഇത്രയും കണ്ടിട്ടേ വള്ളത്തോൾ തൃപ്തിപ്പെടും. ശരിയാണ്, വാഗ്ദേവതയുടെ പുരുഷാവതാരം എന്ന് മറ്റൊരാളെപ്പറ്റി നമുക്ക് പറയാനാവില്ല മലയാളത്തിൽ.